قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പോഴൊരു പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS ഭീകരതയ്ക്കെതിരെയാണ് പോപ്പുലർ ഫ്രണ്ട് ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS 1925 രൂപീകരിക്കപ്പെട്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്ന് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മുഴുവൻ സങ്കല്പങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ മുഴുവൻ തച്ച് തകർത്തുകൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യവും മതേതരത്വവും ഒന്നും ഈ നാട്ടിൽ ഇനി അധികകാലം ഉണ്ടാവുകയില്ല എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത്. അതിനുവേണ്ടി RSSന്റെ മിഷനറി മാത്രമല്ല, രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, രാജ്യത്തിന്റെ സർക്കാരിന്റെ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭരണഘടനാ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായാണ് RSS മുന്നോട്ട് പോകുന്നത്. മോഡി ഗവൺമെന്റ് 2ാം വട്ടമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതും അല്ലാത്തതുമായ ഏജൻസികൾ മുഴുവൻ RSS പറയുന്ന തരത്തിൽ RSSന്റെ സൈദ്ധാന്തികന്മാർ, RSSന്റെ സ്ഥാപക നേതാക്കൾ ലക്ഷ്യം കണ്ട തരത്തിൽ, പ്രഖ്യാപിച്ച തരത്തിൽ ഈ രാജ്യത്തെ ആക്കി മാറ്റുവാനുള്ള പ്രയത്നത്തിലാണ് ഈ ഭരണഘടനാ ഏജൻസികളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ തന്നെ റിസർവ് ബാങ്ക് RSS പറയുന്നത് പോലെ RSSന്റെ ലക്ഷ്യത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം CBI RSS പറയുന്നത് പോലെ, BJP പറയുന്നത് പോലെ ചലിക്കുന്നത് നമ്മൾ കണ്ടു. കേന്ദ്രത്തിന്റെ വിവരാവകാശ കമ്മീഷൻ RSS പറയുന്നത് പോലെ, വിജിലൻസ് കമ്മീഷൻ RSSന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് RSSന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ഈ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ വരെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ RSSന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കള്ളപ്പണം പിടിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഒരു ഏജൻസി ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പോപ്പുലർ ഫ്രണ്ട് കൈയടക്കി വെച്ചിരിക്കുന്നത്, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ പണമാണ് എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരുടെ വീടുകൾ, പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ റെയ്ഡ് നടത്തിക്കൊണ്ടാണ് ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉത്തരവാദിത്തം കള്ളപ്പണം പിടികൂടുക എന്നുള്ളതാണ്. ഇപ്പോഴും കേരളത്തില് അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ കള്ളപ്പണത്തിന്റെ പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 500ന്റെയും 1000ന്റെയും നോട്ടുകൾ നിരോധിക്കുന്നതോടെ ഈ രാജ്യത്ത് നിന്ന് കള്ളപ്പണം അപ്രത്യക്ഷമാകും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വിശ്വസിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ബാങ്കുകൾക്ക് മുന്നിൽ പോയി ക്യൂ നിന്നുകൊണ്ട്
നമ്മുടെ 500-ന്റെയും 1000-ന്റെയും നോട്ടുകളൊക്കെ അവിടെ സമർപ്പിച്ച് പുതിയ നോട്ടുകൾക്ക് വേണ്ടി ദിവസങ്ങളോളം കാത്തുനിന്നത്. ആ പണം പിൻവലിക്കാൻ വേണ്ടി ATM-ന്റെ മുന്നിൽ ക്യൂ നിന്നവർ, ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂ നിന്നവർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ആശ്വസിപ്പിച്ചത്, നമ്മളോട് ഭരണകൂടം പറഞ്ഞത്, ഇത്തരമൊരു നടപടികളിലൂടെ അല്ലാതെ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത് എന്നായിരുന്നു. അങ്ങനെ രാജ്യത്ത് കള്ളപ്പണം മുഴുവൻ അവസാനിപ്പിക്കാനുള്ള ഒരു നിലപാട് എന്ന നിലക്കായിരുന്നു നോട്ട് നിരോധനം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നോട്ട് നിരോധനം നടന്നു 1 വർഷം കഴിയുമ്പോ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് യാതൊരു തരത്തിലും നമ്മുടെ രാജ്യത്ത് കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കള്ളപ്പണത്തിന്റെ തോത് ഒരു വേള വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, കള്ളപ്പണത്തിന്റെ തോത് വർദ്ധിക്കുക മാത്രമല്ല, ഈ നോട്ട് നിരോധനത്തിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സംവിധാനം താഴേക്ക് കൂപ്പുകുത്തുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിൽ, നാട്ടുപ്രദേശത്തെ കണക്കെടുത്താൽ പോലും തൊഴിലില്ലായ്മ നമ്മുടെ നാടിനെ വളരെ ഭീകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കടകളിൽ കച്ചവടമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും തൊഴിൽ കൂടിക്കൂടി വന്നിരുന്ന അവസ്ഥയിൽ നിന്ന് നേരെ അവസ്ഥ വളരെ അബദ്ധമായിക്കൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് തൊഴിലുണ്ടോ, ജോലിയുണ്ടോ എന്ന് സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് പോലും വിളിച്ചു ചോദിക്കേണ്ട ദിവസങ്ങളോളം ജോലിക്ക് പോകാൻ കഴിയാത്ത, ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോഴും RSSകാരൻ വിശ്വസിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഈ നോട്ട് നിരോധനത്തിലൂടെ നമ്മുടെ രാഷ്ട്രം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നോട്ട് നിരോധനത്തിലൂടെ രാഷ്ട്രം പുരോഗമിച്ചു എന്ന് ഒരു കണക്കും ഇന്ത്യയുടേതാവട്ടെ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാവട്ടെ, അന്താരാഷ്ട്ര ഏജൻസികളുടേതാവട്ടെ, ഒരു കണക്കും തന്നെ ഇതിന് സാധൂകരിക്കുന്നില്ല. മറിച്ച് നോട്ട് നിരോധനത്തിലൂടെ നമ്മുടെ രാജ്യം സാമ്പത്തികമായി തകരുകയാണ് എന്നുള്ളത് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. നമ്മുടെ എല്ലാവരുടെയും കീശ നോക്കിയാൽ മതി, നമ്മുടെ തൊഴിലിന്റെ അവസ്ഥ നോക്കിയാൽ മതി, നമ്മുടെ ജോലിയുടെ അവസ്ഥയും കൂലിയുടെ അവസ്ഥയും പരിശോധിച്ചാൽ മതി. എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ കാരണം വേറെ എവിടെയും തേടി പോകേണ്ടതില്ല. വിവരമുള്ള ആളുകൾ, സാമ്പത്തിക വിദഗ്ധന്മാര് പറയുന്നു, അതിന്റെ ഏക കാരണം ഈ രാജ്യത്ത് പിന്നു നോക്കാതെ നടപ്പിലാക്കിയിട്ടുള്ള നോട്ട് നിരോധനമാണ്. ഒരു ദിവസം രാത്രി നട്ടപ്പാതിരക്കാണ് നമ്മളോട് പറഞ്ഞത് നോട്ട് നിരോധിക്കുകയാ. ഇതുപോലെ ഒരുപാട് നട്ടപ്പാതിര പ്രഖ്യാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയൊക്കെ രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോ അവിടെ കള്ളപ്പണം പിടിക്കാനെന്ന പേരിൽ ഒരു PJ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി തീരുമാനിക്കുന്നു. ഈ PJ എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയി പിടികൂടിയത് കോടിക്കണക്കിന് രൂപ PJയുടെ വീട്ടിൽ നിന്ന് പിടികൂടുന്നു. ഈ PJ എന്ന് പറയുന്ന പീയൂഷ് ജെയിൻ എന്ന് പറയുന്ന ഒരു സുഗന്ധ വസ്തുക്കൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ പിടികൂടുന്നത്. അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തിനായിരുന്നു ഈ അറസ്റ്റ്? അവസാനം അവിടെ ഉണ്ടായിരുന്ന SP-യുടെ, സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു, നിങ്ങൾ ആള് മാറിയിട്ടാണ് ഇപ്പോ പിടികൂടിയിട്ടുള്ളത്. SP-യുടെ പണത്തിന്റെ ഒഴുക്ക്, അല്ലെങ്കിൽ SP-ക്ക് സാമ്പത്തികമായിട്ട് സമാജ്വാദി പാർട്ടിക്ക് സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യവസായിയെ പിടിക്കണം എന്നായിരുന്നു BJPയുടെ പ്ലാൻ. പക്ഷെ BJP പോയി പിടിച്ചത് ആള് മാറിയിട്ട് ഒരു പീയൂഷ് ജെയിനിനെ പിടികൂടി. പിന്നീട് SP-യുടെ അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞു, നിങ്ങൾ പിടിച്ച ആള് BJPക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന പീയൂഷ് ജെയിനാണ്. അപ്പോഴാണ് BJPക്ക് അക്കിടി മനസ്സിലായത്. ഓരോ തെരഞ്ഞെടുപ്പിലും അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകമത. നമുക്കറിയാം, ബംഗാളിൽ മമതാ ബാനർജിയുടെ വീട്ടില്, മമതാ ബാനർജിയുടെ കുടുംബക്കാരുടെ വീട്ടില്, കർണാടകയിലെത്തുമ്പോൾ DK ശിവകുമാറിന്റെ വീട്ടില്, നാരായൺ റാണയുടെ വീട്ടിൽ, അങ്ങനെ ഒരുപാട് ആളുകളുടെ വീട്ടില് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടെയും തങ്ങൾക്കെതിരായി വരാൻ സാധ്യതയുള്ള ശരത് പവാറിന്റെ വീട്ടില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. ഓരോ ഇലക്ഷന്റെ സമയം വരുമ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്ന പരിപാടി BJPക്ക് എതിരായിട്ട് വരാൻ സാധ്യതയുള്ള, BJPക്ക് എതിരായിട്ട് ഭരണത്തില് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ആളുകളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് റെയ്ഡ് നടത്തുന്നത് BJP അധികാരത്തിൽ വന്ന അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ്. അത് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.
പിന്നെ ഉത്തർപ്രദേശിലെ പീയൂഷ് ജെയിനിന്റെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയത്. അതേ അവർക്ക് അബദ്ധം സംഭവിച്ചു. പിന്നീട് അത് തിരുത്തി അവർ പോയി. പീയൂഷ് ജെയിനിന്റെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തു. അതിനുശേഷം അവര് പുഷ്പരാജ് ജെയിൻ എന്ന് പറയുന്ന മറ്റൊരു ബിജെയുടെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തി. യഥാർത്ഥത്തിൽ പുഷ്പരാജ് ജെയിനായിരുന്നു സമാജ്വാദി പാർട്ടിക്ക് പൈസ കൊടുത്തിരുന്ന ആള്. പിന്നെ തെറ്റ് മനസ്സിലാക്കി വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടും റെയ്ഡ് നടത്തുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്ന് പറഞ്ഞാൽ ബിജെപി എങ്ങോട്ടാണോ പറഞ്ഞു വിടുന്നത്, ബിജെപിയുടെ ഭരണകൂടം എങ്ങോട്ടാണോ പറഞ്ഞു വിടുന്നത്, അങ്ങോട്ട് പോകുന്ന ഒരു ഏജൻസി ആയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട് ബിജെപിയുടെ. നമുക്കറിയാം, നോട്ട് നിരോധിച്ചപ്പോ നമ്മളൊക്കെ കഷ്ടപ്പെടുമ്പോ ഈ നോട്ട് നിരോധനത്തിന്റെ ഫലമായി നിരോധിച്ച നോട്ടുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കപ്പെട്ട ഒരു ബാങ്ക് അലഹാബാദിലെ സഹകരണ ബാങ്കാണ്. ഈ അലഹാബാദ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ അമിത്ഷായാണ്. അവിടെയാണ് ഏറ്റവും കോടികൾ നിക്ഷേപിക്കപ്പെട്ടത്. അമിത്ഷായുടെ മകൻ ജയ്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന കുസും ഫിൻസർവ്, ടെമ്പിൾ എന്റർപ്രൈസ് തുടങ്ങിയ 2 സാമ്പത്തിക ഏജൻസികൾ നടത്തിയ കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അങ്ങോട്ട് പോവില്ല. കർണാടകയിലെ മുഖ്യമന്ത്രിയായിരുന്ന യെദിയൂരപ്പ ഏകദേശം 40 കോടി രൂപയുടെ അഴിമതിയാണ് യെദിയൂരപ്പ നടത്തിയത്. അതിനൊപ്പം തന്നെ 1800 കോടി രൂപ അദ്ദേഹം ജഡ്ജിമാർക്ക് കൈക്കൂലിയായി കൊടുത്തു എന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1800 കോടി രൂപ കൈക്കൂലി കൊടുത്തതും ഈ പറയുന്ന 40 കോടിയുടെ അഴിമതി നടത്തിയതും യെദിയൂരപ്പയുടെ മേലുണ്ടായിരുന്ന കേസായിരുന്നു. പക്ഷെ ഇപ്പോ യെദിയൂരപ്പ ബിജെപിയുടെ മുഖ്യമന്ത്രിയായി ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ ആ കേസൊക്കെ മരവിച്ചുപോയി. കർണാടകയിലെ ബെല്ലാരിയിലെ റെഡ്ഡി സഹോദരന്മാർ, ജനാർദ്ദൻ റെഡ്ഡി കർണാടകയിലെ മുൻ മന്ത്രിയാണ് ബിജെപിയുടെ. ഈ ജനാർദ്ദൻ റെഡ്ഡി അടക്കമുള്ള റെഡ്ഡി സഹോദരന്മാർ നടത്തിയ കോടികളുടെ അഴിമതി, ആ അഴിമതിയും ഇപ്പൊ എവിടെയില്ല, ചിത്രത്തിലില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ആ കേസ് മരവിപ്പിച്ചു. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്നു ബിജെപിയുടെ രമേശ് പൊക്രിയാൽ. അദ്ദേഹം നടത്തിയിട്ടുണ്ട് കോടികളുടെ അഴിമതി. ആ അഴിമതി കാരണമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച രമേശ് പൊക്രിയാലിനെ ബിജെപി സ്വീകരിച്ചത് കേന്ദ്രമന്ത്രിയായിട്ടാണ്. കേന്ദ്രമന്ത്രിയാക്കി രമേശ് പൊക്രിയാലിനെ അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി അന്വേഷണം, അഴിമതി ആരോപണം എവിടെ എത്തിയില്ല, അന്വേഷണം എത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയില് ബിജെപിക്കെതിരായിട്ട് വന്നിരുന്നത് NCP ആയിരുന്നു. ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാറിനെതിരെ അദ്ദേഹം ബിജെപിക്കെതിരെ സംസാരിച്ച് മഹാരാഷ്ട്രയിൽ ഇലക്ഷന്റെ സമയത്ത് വന്നപ്പോ അജിത് പവാറിനെതിരെ 70,000 കോടി രൂപയുടെ കേസാണ് എടുത്തത്. 70,000 കോടിയുടെ. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തത്? ഇലക്ഷന്റെ സമയത്ത് പെട്ടെന്നൊരു ദിവസം ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുത്തു. ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുത്തതോടെ അജിത് പവാറിന്റെ പേരിൽ 70,000 കോടി രൂപയുടെ കേസ് പിൻവലിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ ബിജെപിയുടെ ഒരു ഏജൻസി അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അന്വേഷണ ഏജൻസിയാണ്. 70,000 കോടി രൂപയുടെ കേസ് അവിടെ മുക്കി അജിത് പവാറിന്റെ. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ല. ഹിമന്ത് ബിശ്വാസ് ശർമ്മ ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. ഈ ഹിമന്ത് ബിശ്വാസ് ശർമ്മയുടെ ലൂയിസ് ബർഗർ കേസ്, അദ്ദേഹത്തിനെതിരെ കോടികളുടെ ആരോപണം, $50 ലക്ഷം ആരോപണമാണ്. ഒരു കുടിവെള്ള പദ്ധതിയുടെ പേരിൽ അദ്ദേഹം നേരിടേണ്ടി വന്നത്. അന്വേഷണം നടന്നു. ലൂയിസ് ബർഗർ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ഹിമന്ത് ബിശ്വാസ് ശർമ്മ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിലേക്ക് പോയി. ബിജെപിയിലേക്ക് പോയതോടുകൂടി ഹിമന്ത് ബിശ്വാസ് ശർമ്മയുടെ പേരിലുള്ള കേസ് പിൻവലിച്ചു. ശാരദാ ചിട്ടി ഫണ്ട് കേസ് നമ്മൾ കേട്ടതാണ്. ബംഗാളിലെ ഏറ്റവും പ്രമാദമായ ഒരു അഴിമതി കേസായിരുന്നു ശാരദാ ചിട്ടി ഫണ്ട് കേസ്. ആ കേസിലെ പ്രതിസ്ഥാനത്ത് അന്വേഷണം നേരിട്ടുകൊണ്ടിരുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ മുകുൾ റോയി, സുവേന്ദു അധികാരി, സോവൻ ചാറ്റർജി തുടങ്ങിയ 3 ആളുകളാണ് ശാരദാ ചിട്ടി ഫണ്ട് കേസിൽ തൃണമൂലിന്റെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ കേസ് നേരിടേണ്ടി വന്നത്. ഈ 3 പേരും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിലേക്ക് പോയി. അതോടുകൂടി 3 പേരുടെ പേരിലുള്ള കേസുകളും പിൻവലിക്കപ്പെട്ടു. ശിവസേനയിലായിരുന്നു നാരായൺ റാണെ. മഹാരാഷ്ട്രയില് നാരായൺ റാണയുടെ പേരില് ആദർശ് ഫ്ലാറ്റ് അഴിമതി കേസ് വന്നു. നമുക്ക് ഓർമ്മയുണ്ട്. ആദർശ് ഫ്ലാറ്റ് അഴിമതി എന്ന് പറഞ്ഞ കാർഗിലിൽ വെടിയേറ്റ് മരിച്ച ജവാന്മാർക്ക് വേണ്ടി വീടുണ്ടാക്കാൻ കണ്ടുവച്ച പൈസ മുക്കിയ കേസാണ് ആദർശ് ഫ്ലാറ്റ് അഴിമതി.
ആ ആദർശ് ഫ്ലാറ്റ് അഴിമതി വന്നപ്പോ അതിന്റെ പേരിൽ അന്വേഷണം നേരിട്ട നാരായൺ റാണെ അദ്ദേഹം നേരെ BJP-യിലേക്ക് ചേർന്നു. അതോടുകൂടി ആ കേസ് മൂടിവെക്കപ്പെട്ടു, അന്വേഷണം നിർത്തി. രാജ്യസഭ MP ആയിരുന്ന YS ചൗധരി TDP-യുടെ തെലുങ്ക് ദേശം പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന അഴിമതി കേസ് അദ്ദേഹവും രാജിവെച്ച് BJP ചേർന്നു. ആ കേസ് അവസാനിച്ചു. ഞാൻ പറയുന്നത് വെറുതെ നിങ്ങൾക്ക് രേഖ പരിശോധിക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയയുടെ എല്ലാ സംഗതികളും ഉണ്ട്. ഒരു അമർത്തിയാൽ ഒന്ന് പ്രസ് ചെയ്താല് നിങ്ങൾക്ക് ഏത് വിവരവും കിട്ടും. നിങ്ങൾക്ക് അന്വേഷിക്കാം. ശാരദാ ചിട്ടി ഫണ്ട് കേസ് ലക്ഷങ്ങളുടെ മുകൾ റോയി അടക്കമുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ട കേസ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് പരിശോധിക്കാം. പോപ്പുലർ ഫണ്ട് പറയുന്നത് അപ്പാടെ വിശ്വസിച്ച് നിങ്ങൾ പോകുന്നു വേണ്ട. ഇത് കേരളീയനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന മറ്റൊരു കേസുള്ള കൊടകര കുഴൽപ്പണക്കേസിൽ ധർമ്മരാജൻ പറഞ്ഞതാണ് ആ കൊടകരയിൽ കൊണ്ടുവന്ന 3.5 കോടി രൂപ BJP-ക്ക് കൊണ്ടുവന്നതാണ് എന്ന്. എന്നിട്ട് ആ കേസ് അവിടെ പോയി എന്ത് സംഭവിച്ചു? ആ കേസിന് നമ്മുടെ മുമ്പിൽ നടന്നതാണ്, കൺമുന്നിൽ നടന്നതാണ്. കെ സുരേന്ദ്രൻ അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, അവിടെ ചോദിക്കുന്നു, ഇവിടെ ചോദിക്കുന്നു. എന്ത് സംഭവിച്ചു? അവസാനം CK ജാനുവിന്റെ കൂടെ കിടന്ന കൂടെ ജീവിച്ച സ്ത്രീ പറയുന്നു, അവരുടെ പാർട്ടി പ്രവർത്തക പറയുന്നു, സുരേന്ദ്രനും മകനും പലതവണ വിളിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ബാഗിൽ പൈസ കൊടുത്തിട്ടുണ്ട്, സൂട്ട് കേസിന് കൊടുത്തിട്ടുണ്ട്, ഇന്ന ഹോട്ടലിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നുവരെ സുരേന്ദ്രനെ വിട്ടു പോയിട്ടില്ല, സുരേന്ദ്രന്റെ മകന്റെ അടുത്ത് പോയിട്ടില്ല, CK ജാനുവിന്റെ അടുത്ത് പോയിട്ടില്ല, അദ്ദേഹത്തിന്റെ സലീന പ്രക്കാനത്തിന്റെ അടുത്ത് പോയിട്ടില്ല. കാരണം എന്താ? BJP-യാ. കോടികളുടെ അഴിമതി നിങ്ങൾക്ക് നടത്താം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, രാജിവെച്ച് BJP-യിൽ ചേരണം. കള്ളനോട്ടടിക്കുന്ന യന്ത്രം കേരളത്തിൽ ആകെ പിടികൂടിയത് BJP-കാരന്റെ പക്കൽ നിന്നാണ്, തൃശൂർ ജില്ലയിൽ നിന്ന്. ആ കേസ് എവിടെത്തി? അവിടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇല്ല. BJP-യുടെ 400 കോടി അഴിമതി, ലോട്ടറി അഴിമതി കേസ് എവിടെ? അതും മുങ്ങിപ്പോയി. BJP-യുടെ മെഡിക്കൽ കോളേജ് കോഴ കേസ് എവിടെ പോയി? കേരളത്തില് അതും കാണാനില്ല. നമ്മുടെ കൺമുന്നില് നമ്മൾ ഒരുപാട് തെളിവുകൾ സഹിതം കണ്ട കേസുകളാണ് ഇതൊക്കെ. പക്ഷെ ഇന്ന് ആ കേസുകളൊന്നും ഇല്ല. കാരണം എന്താണ്? ഇതൊക്കെ BJP-യുടെ കേസാ. നിങ്ങൾക്ക് BJP ആയാൽ ഇവിടെ എന്ത് തോന്നിയാസവും ചെയ്യാം, RSS ആയാൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം, എത്ര കോടികൾ വേണമെങ്കിലും നിങ്ങൾക്ക് പൊതു ഖജനാവിൽ നിന്ന് മോഷ്ടിക്കാം, ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ വേറെ ചില ആളുകളാണ് എങ്കിൽ ED അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അന്വേഷണം നടത്തിയ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. തുടക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫാഷിസത്തിനോട്, RSS-നോട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടക്കേടുണ്ടെങ്കിൽ, പ്രതിഷേധമുണ്ടെങ്കിൽ, അവരോട് ജനകീയമായി പ്രതിരോധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു യോഗ്യത, നിങ്ങൾ മറവിയെ കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്തണം, മറവിയെ കുറച്ച് അകറ്റി നിർത്തണം. ഓർമ്മ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കണം, ഓർമ്മയുണ്ടാവണം ചില കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൊറോണ വ്യാപിച്ച് എല്ലാവർക്കും കൊറോണയാവുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. കൊറോണയുമായി ജീവിക്കാൻ, കൊറോണയുടെ കൂടെ ജീവിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മൾ മറന്നു പോകരുത്, 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത് ഈ കൊറോണ ആര് കൊണ്ടുവന്നു എന്നായിരുന്നു നമ്മളോട് പറഞ്ഞത്. കൊറോണക്കിട്ട പേരെന്തായിരുന്നു? കൊറോണ ജിഹാദ്, തബ്ലീഗ് കൊറോണ. കൊറോണ പകർത്തിയത് തബ്ലീഗുകാരാണ്. അങ്ങനെ നമ്മളോട് പറഞ്ഞു. തബ്ലീഗുകാരെ മാറ്റി നിർത്തണം നമ്മളോട് പറഞ്ഞു, തബ്ലീഗുകാരെ അകറ്റി നിർത്തണം എന്ന് പറഞ്ഞു. തബ്ലീഗിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തി. ഡൽഹിയിലെ മർക്കസില് പോലീസ് കയറുന്നു. ഡൽഹിയിലെ മർക്കസിന്റെ നേതാവായിരുന്ന, തബ്ലീഗിന്റെ നേതാവായിരുന്ന മൗലാന സഈദ് കന്ദൽബിയെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുന്നു. എന്തിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നത്? അദ്ദേഹം വിദേശത്തു നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, ഇറാനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ആളുകളെ ഡൽഹിയിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ കൊറോണ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ്. അതിന്റെ കൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയിട്ട് പറയുന്നു അദ്ദേഹം വിദേശ പണം കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ കോടിക്കണക്കിന് വിദേശ പണമുണ്ട് എന്ന് പറഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നു. ബദറുദ്ദീൻ അജ്മൽ MP ആണ്, മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങൾ പാർലമെന്റിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നു. ഡൽഹിയിൽ കലാപം നടന്നു, മുസ്ലിങ്ങൾക്ക് നേരെ ഒരുപാട് അക്രമം ഉണ്ടായി. സ്വാഭാവികമായി ഡൽഹിയിലെ ന്യൂനപക്ഷ കമ്മീഷൻ അതിൽ ഇടപെടും. ആ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സഫറുൽ ഇസ്ലാം ഖാൻ എന്ന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്റെ വീട്ടില് പോലീസ്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നു. അദ്ദേഹത്തിന് വിദേശ പണം വരുന്നുണ്ട്, കേസെടുക്കുന്നു. കള്ളപ്പണമുണ്ട്. ആരൊക്കെയാണോ BJP-ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? റഊഫ് ഷെരീഫ്, കേരളത്തിൽ നിന്ന് റഊഫ് ഷെരീഫ് എന്ന് പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. എന്താ പറഞ്ഞത്?
അദ്ദേഹം ഹത്രാസിലേക്ക് പോവുകയായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് 2000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. 2000 രൂപ. അതിന്റെ പേരില് റഊഫ് ഷെരീഫിനെതിരെ കേസെടുത്തു, ജയിലിലടച്ചു റഊഫ് ഷെരീഫിനെ. കേരളത്തിലെ PMLA കോടതി, സ്പെഷ്യൽ കോടതി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് നോക്കുന്ന കോടതി ആ കേസ് എടുത്ത് പരിശോധിച്ചിട്ട് പറഞ്ഞു, റഊഫ് ഷെരീഫിനെതിരെ യാതൊരു തെളിവുകളും ഇല്ലാതെ കേസെടുത്തതാണ്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. ആ ജാമ്യത്തിൽ അദ്ദേഹം ഇറങ്ങാൻ പോകുമ്പോൾ കാക്കനാട് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങാൻ പോകുന്നതിന് തലേ ദിവസം രാത്രി അദ്ദേഹത്തെ ഹത്രാസ് കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും അദ്ദേഹം മധുരയിലെ ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹം 2000 അയച്ചു കൊടുത്തുള്ള കേസായിരുന്നു ആദ്യം. ആ കേസ് നിൽക്കില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹത്തെ മറ്റേ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് UP-യിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ ആളുകൾ കുറ്റം ചെയ്യുന്നുണ്ടോ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങൾക്കെതിരായി വരുന്ന ശബ്ദങ്ങളെ, BJP-ക്കെതിരായി വരുന്ന ശബ്ദങ്ങളെ, RSS-നെതിരായി വരുന്ന ശബ്ദങ്ങളെ ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കും. ആ നിലക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റഊഫ് ഷെരീഫിനെ ഇപ്പൊ ആ കേസിൽ ഉൾപ്പെടുത്തി, ഹത്രാസിന്റെ കേസിൽ ഉൾപ്പെടുത്തി. ഈ കേസ് അദ്ദേഹത്തിന്റെ പേരിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കി. വെറും 2000-ന്റെ കേസ്. സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് NV രമണ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട്, നിങ്ങൾ 2000-ഉം 10,000-ഉം രൂപക്ക് വേണ്ടിയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കാൻ പാടില്ല എന്ന് ജസ്റ്റിസ് രമണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കേസെടുത്താൽ ഈ നിയമത്തിന്റെ വില നഷ്ടപ്പെടും. ഇത് 1000-ഉം 10,000-ഉം രൂപയുടെ കേസല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെല്ലാരി റെഡ്ഡി സഹോദരന്മാരടക്കം കോടികളുടെ കേസുകൾ, കോടികളുടെ കുഴൽപ്പണം, കോടികളുടെ കള്ളപ്പണം കൊണ്ടു നടക്കുമ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചിലരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി 2000-നും 5000-നും ഒക്കെ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഒറ്റ സന്ദേശമേ ഇതിലുള്ളൂ. നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ RSS-നെതിരെ സംസാരിച്ചാൽ, BJP-ക്കെതിരെ സംസാരിച്ചാൽ, ഏത് തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങളെ അവസാനിപ്പിക്കും. ഇപ്പൊ പോപ്പുലർ ഫണ്ടിനെതിരാണ്. പോപ്പുലർ ഫണ്ടിന്റെ നേതാക്കന്മാരുടെ വീട്ടിൽ 2 തവണ വന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2 തവണ പല വീടുകളിലും വന്ന് റെയ്ഡ് നടത്തി. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എഴുതി കൊടുത്തു ഇവിടുന്ന് യാതൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് കഴിഞ്ഞ ഏകദേശം 1 മാസം മുമ്പ് റെയ്ഡ് നടത്തി. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എഴുതി കൊടുത്തു ഈ വീട്ടിൽ നിന്ന് ഒന്നും പിടിച്ചിട്ടില്ല, കണ്ടു കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെ എഴുതി കൊടുത്ത് തിരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാര് പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, പോപ്പുലർ ഫണ്ടുകാർക്ക് വിദേശ പണം വരുന്നുണ്ട്, അവര് പൗരത്വ സമരത്തെ സഹായിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്, അതിനാണ് അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത്, അതിന്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, അവർക്ക് വിദേശത്ത് നിക്ഷേപമുണ്ട്, അവർ ഗൾഫില് ബാർ ഹോട്ടലുകൾ നടത്തുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ആരോപണം. നിങ്ങൾ ആലോചിക്കണം, പോപ്പുലർ ഫണ്ട് കഴിഞ്ഞ 30 കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പോപ്പുലർ ഫണ്ട് കൃത്യമായിട്ട് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെ പോപ്പുലർ ഫണ്ട് പ്രവർത്തിക്കും. പക്ഷെ രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS പോലും ഇന്ന് വരെ പോപ്പുലർ ഫണ്ടിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ബാർ ഹോട്ടൽ നടത്തുന്നവരാണ് പോപ്പുലർ ഫണ്ടുകാരൻ. പക്ഷേ ഇവിടെ പിന്നെ ED-യുടെ ഉദ്യോഗസ്ഥന്മാർ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു പോപ്പുലർ ഫണ്ടുകാര് ബാർ ഹോട്ടൽ നടത്തുന്നു. ഞങ്ങൾ അന്വേഷിച്ചു നോക്കി എവിടെയാണ് പോപ്പുലർ ഫണ്ടുകാർ, ഞങ്ങളുടെ പ്രവർത്തകര് ബാർ ഹോട്ടൽ നടത്തുന്നത് എന്ന്. കാരണം മദ്യം മുസ്ലിങ്ങൾക്ക് ഹറാമാണ്. അതുകൊണ്ട് പോപ്പുലർ ഫണ്ടുകാരന് ഹറാമാണല്ലോ സ്വാഭാവികമായിട്ട് മദ്യം. അങ്ങനത്തെ മദ്യം വിൽക്കുന്ന ബാർ ഹോട്ടല് എവിടെയാണ് പോപ്പുലർ ഫണ്ടുകാരൻ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം വരുമ്പോ ഞങ്ങൾ പിന്നാലെ പോയി നോക്കി എന്താണ് ED അങ്ങനെ പറയാൻ കാരണം. സംസ്ഥാന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് പരിശോധിച്ചപ്പോ അങ്ങനെ ഒരു ഹോട്ടലുണ്ട്, ബാർ ഹോട്ടലുണ്ട്, പോപ്പുലർ ഫണ്ടുകാരൻ നടത്തുന്ന ബാർ ഹോട്ടൽ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആ ബാറിന്റെ മുമ്പിൽ ദർ എന്നുകൂടി ഉണ്ട്. ദർബാർ ഹോട്ടൽ എന്നുള്ളൊരു ഹോട്ടലാണ് മൂപ്പര് നടത്തുന്നത്. പക്ഷെ ED എന്താ പറയണത്? ബാർ ഹോട്ടൽ, ദർ വിഴുങ്ങി. എന്തിനാണ് ഇങ്ങനത്തെ ഒരു കളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്? ആരെ തൃപ്തിപ്പെടുത്താനാണ്? ഇവിടെ ഞങ്ങൾ പറയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ. അവരെന്തിനാണ് RSS-കാര് പറയുന്നതിനേക്കാൾ ഭീകരമായ നുണകൾ പറയുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാര് വലിയ നല്ല പിള്ളകളൊന്നും അല്ല കേട്ടോ, അത് വേറെ സംഗതി. കോടികൾ കട്ട രാജേശ്വർ സിംഗിനെ പോലെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കോടികൾ കട്ടതാണ്. കള്ളപ്പണം പിടിച്ചിട്ട് ആ കള്ളപ്പണം കട്ട ആൾക്കാര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. കള്ളപ്പണം കട്ട ടീം.
ആ രാജേശ്വർ സിംഗ് ഇപ്പൊ രാജിവെച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. എന്തിനാണെന്നറിയോ? UP ഇലക്ഷനിൽ ഗാസിയാബാദിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാ അദ്ദേഹം. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എങ്ങോട്ടാണ് പോണത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകുന്നു. അവരാണിപ്പോ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വിനയത്തോടെ ഇത്തരം അന്വേഷണ ഏജൻസികളിലെ കഴിവുറ്റ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ രാജ്യത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഈ രാജ്യത്ത് നീതി സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ നിയമം സംരക്ഷിക്കാൻ, ഈ രാജ്യത്ത് നീതി പുലർന്നു കാണാൻ വേണ്ടി ജീവൻ കൊടുത്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ തൊഴിലുപേക്ഷിച്ചവരുണ്ട്, തൊഴിലിട്ട് പോകേണ്ടി വന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. രോഹിണി സാലിയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു മലേഗാവ് കേസില്. മലേഗാവില് മുസ്ലിം പള്ളിയിൽ ബോംബ് വെച്ച് പൊട്ടിച്ച കേസില് പ്രതിയായ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള ആളുകളായിരുന്നു പ്രതികൾ. ആ കേസ് പ്രോസിക്യൂഷന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന രോഹിണി സാല്യൻ എന്ന പ്രോസിക്യൂട്ടർ NIA ആയിരുന്നു കേസെടുത്തത്. ആ കേസ് മുന്നോട്ട് പോകുമ്പോ NIA ഓഫീസിൽ നിന്ന് രോഹിണി സാല്യൻ ഒരു വിളി വരികയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾ ആ കേസിൽ ഒരു തണുപ്പൻ സമീപനം സ്വീകരിക്കണം, ഒന്ന് മെല്ലെ പോകണം, അത്ര വാശിയൊന്നും വേണ്ട കേസ് നടത്തുന്ന കാര്യത്തിൽ. ആരാ വിളിച്ചു പറയുന്നത്? NIAയുടെ ഓഫീസിൽ നിന്നാ പ്രോസിക്യൂട്ടർ വിളിച്ചു പറയാ. ആരാ പ്രതികള്? RSSകാരാണ് പ്രതികള്. ആ കേസിൽ ഒന്ന് ചവിട്ടിപ്പിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രോഹിണി സാല്യൻ അവരുടെ പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ചു പോയി. നമുക്കറിയാം. അതുപോലെ ഹേമന്ത് കർക്കറെ, സുബോധ് കുമാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സുബോധ് കുമാർ ഉത്തർപ്രദേശിലാണ്. നമുക്ക് ഓർമ്മയുണ്ട്, അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എറിഞ്ഞു കൊന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു മനുഷ്യനെ അടിച്ചു കൊന്നത് അഖ്ലാഖിനെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് പശുവിറച്ചി സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അഖ്ലാഖിനെ അടിച്ചു കൊന്നത്. അഖ്ലാഖിനെ അടിച്ചു കൊന്ന കേസ് അന്വേഷിച്ച സുബോധ് കുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മാംസം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് അത് പശുവിന്റെ മാംസമല്ല ആടിന്റെ മാംസമാണ് എന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു. അദ്ദേഹം ഒരു പ്രകടനം നിയന്ത്രിക്കാതെ ബുലന്ദ് ഷഹറില് RSSകാർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. മുംബൈയിലെ സ്ഫോടനത്തിന്റെ സമയത്ത് മുംബൈയിലെ വെടിവെപ്പുണ്ടായപ്പോ അവിടെ ധീരമായിട്ട് ആ വെടിവെപ്പ് തടയാൻ രംഗത്തിറങ്ങിയ ഹേമന്ത് കർക്കറെ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ വെടിവെപ്പ് തടയുന്നതിന്റെ ഇടയില് അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഹേമന്ത് കർക്കറെ അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അത്തരം പ്രോസിക്യൂട്ടർമാർ, അത്തരം ഏജൻസികളെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് കഴിഞ്ഞുപോയ ഒരു നാടാണ് നമ്മുടേത്. അത്തരം ആളുകൾ ജീവൻ കൊടുത്ത്, അവരുടെ ജീവിതം കൊടുത്തിട്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനം സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇതേ ഡിപ്പാർട്ട്മെന്റിലെ വേറെ ചില ഉദ്യോഗസ്ഥന്മാർ RSSന് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഒറ്റുകൊടുത്തുകൊണ്ട്, ഈ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് RSSന്റെ അജണ്ടയ്ക്കനുസരിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾ പറയണത്, നിങ്ങൾ ദയവ് ചെയ്ത് ഭരണകൂടം വെച്ച് നീട്ടിത്തരുന്ന എച്ചിലുകൾ നക്കുന്നവരായിട്ട് ഉദ്യോഗസ്ഥന്മാർ മാറരുത്. ഭരണകൂടം വെച്ച് നീട്ടിത്തരുന്ന ഏതെങ്കിലും മോശാരങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും എറിഞ്ഞു തരുന്ന ഏതെങ്കിലും എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ കൊണ്ടുപോകരുത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. ഇതുപോലെ നമ്മുടെ വേറെ ചില ഏജൻസികൾ, സ്ഥാപനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി നോക്കുമ്പോ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. രാജ്യത്ത് പൗരത്വ സമരം ചെയ്ത ആളുകൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു നിയമം അപകടകരമാണ് എന്ന് രാജ്യത്തോട് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ എവിടെയാ? മിക്കവാറും ആളുകൾ തീഹാർ ജയിലിൽ കിടക്കുന്നുണ്ട്. അവിടെ മതമോ ജാതിയോ ലിംഗമോ പ്രായമോ ഒന്നും വ്യത്യാസമില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നും ഇത് അങ്ങനെ ഏതെങ്കിലും സമുദായത്തെ മാത്രമൊന്നുമല്ല. RSSനെതിരെ ആരൊക്കെയാണോ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു പക്ഷേ നടാഷ അഗർവാൾ എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കും, അതല്ലെങ്കിൽ വരവര റാവു എന്ന് പറയുന്ന 60-75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വൃദ്ധനായ മനുഷ്യനായിരിക്കും, അതല്ലെങ്കിൽ ദേവാംഗന കലിത എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ സഫൂറ സർക്കാർ എന്ന് പറയുന്ന ഗർഭിണിയായ ഒരു സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരിക്കും.
പലതരം പേരുകൾ ഉണ്ടാവാം, പല മതങ്ങളിൽപ്പെട്ടവരാവാം, പല ജാതികളിൽപ്പെട്ടവരാവാം, പല ലിംഗങ്ങളിൽപ്പെട്ടവരാവാം, പല പ്രായത്തിലുള്ളവരാവാം. ഇവരൊക്കെ ചെയ്ത കുറ്റം ഈ ഭരണകൂടം ചെയ്യുന്ന അക്രമങ്ങൾക്കെതിരെ സംസാരിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഇരയായിക്കൊണ്ടാണ് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് കാത്തിരുന്നു കൊണ്ട് നമ്മുടെ നീതിപീഠത്തിന്റെ നേരം വൈകലിന്റെ ഇരയായിക്കൊണ്ട് സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യൻ പാതിരി ജയിലിൽ കിടന്നിട്ട് മരിച്ചു പോകുന്നത്. സ്റ്റാൻ സ്വാമി ചെയ്ത കുറ്റം എന്താണ്? ഈ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന ദളിതുകൾക്കും ആദിവാസികൾക്കും എതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തവ്യങ്ങൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങളെ തുറന്നു കാണിച്ചു എന്നുള്ളതാണ് സ്റ്റാൻ സ്വാമി ചെയ്ത കുറ്റം. അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തു, അംഗീകരിച്ചില്ല. സുഖമില്ല എന്ന് പറഞ്ഞു, അംഗീകരിച്ചില്ല. പല തവണ ജാമ്യാപേക്ഷ കൊടുത്തു. ചികിത്സിക്കാൻ വേണ്ടി ജാമ്യം തരണമെന്ന് പറഞ്ഞു. ആ ജാമ്യാപേക്ഷ കേട്ടുകൊണ്ടിരിക്കെ കോടതിയുടെ മുന്നിൽ വക്കീൽ എണീറ്റെന്ന് പറഞ്ഞു, ഇനി അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമില്ല. കാരണം അദ്ദേഹം ചികിത്സ ആവശ്യമില്ലാത്ത ലോകത്തേക്ക് പോയിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് ആ കേസ് അവസാനിപ്പിക്കാം. ആരാണ് ഇതിന്റെ ഉത്തരവാദി? 73 വയസ്സുള്ള മനുഷ്യൻ സ്റ്റാൻ സ്വാമിയെ നമ്മള് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാല് സ്റ്റാൻ സ്വാമിയെ അറിയും. അദ്ദേഹത്തിന് 2 കൈകളും പാർക്കിൻസൺസ് രോഗം വന്നിട്ട് 2 കൈകളും വിറച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജയിലിലടച്ചപ്പോ ജയിലധികൃതർ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ പറ്റില്ല, കാരണം വെള്ളം എടുത്തു കഴിഞ്ഞാൽ വിറച്ചിട്ട് ആ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം മുഴുവൻ തൂത്തുപോകും, പുറത്തു പോകും. അതുകൊണ്ട് ഒരു സ്ട്രോ തരണം വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞപ്പോ അതിനുവേണ്ടി അദ്ദേഹത്തിന് സമരം ചെയ്യേണ്ടി വന്നു. ജയിലിന് പുറത്തുനിന്നുള്ള ആളുകൾ അദ്ദേഹത്തിന് സ്ട്രോ പാഴ്സലായിട്ട് അയച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഭരണകൂടം അദ്ദേഹത്തിന് ജയിലിൽ സ്ട്രോ അനുവദിക്കുന്നത്. 10-75 വയസ്സുള്ള ഒരു വൃദ്ധനെ ജയിലിൽ പിടിച്ചുകൊണ്ടുപോയിട്ടിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ച് കൊലക്കി കൊടുത്തു നമ്മുടെ ഭരണകൂടം. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും ജയിലിൽ കിടക്കാണല്ലോ, ഇപ്പോഴും ജയിലിൽ കിടക്കാണ്. സഫൂറ സർക്കാർ പ്രസവം കഴിഞ്ഞ് പുറത്തിറങ്ങി ജയിൽ മുഴുവൻ ഗർഭിണിയായിരുന്നവര് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോ അവർക്ക് ജാമ്യം കൊടുത്തപ്പോ കോടതി വെച്ചൊരു നിർദ്ദേശം, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എപ്പോഴും ലൊക്കേഷൻ ഓൺ ആയിരിക്കണം. എന്തിനാണ്? ഭരണകൂടത്തിന് സദാസമയവും നിങ്ങളുടെ സഞ്ചാരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സഞ്ചാര വഴികൾ മുഴുവൻ ഈ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ അറിഞ്ഞേ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാൻ പാടുള്ളൂ. ഈ തരത്തിൽ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു ഭാഗത്ത്, അതേസമയം അനുരാഗ് താക്കൂറിനെ പോലെയുള്ള ആളുകൾ, ആരാണ് അനുരാഗ് താക്കൂർ? ഡൽഹിയിലെ ഒരു MLA ആയിരുന്നു, MP ആയിരുന്നു അനുരാഗ് താക്കൂർ ഷഹീൻ ബാഗിൽ സമരം നടക്കുമ്പോ അതിന് തൊട്ടപ്പുറത്ത് ഒരു സമ്മേളനം നടത്തിക്കൊണ്ട് അനുരാഗ് താക്കൂർ പോലീസ് ഉദ്യോഗസ്ഥന്മാര് നിരന്നു നിൽക്കുന്ന വേദിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്, ഗോലി മാരോ സാലോങ്കോ എന്ന് പറഞ്ഞ മനുഷ്യൻ ആ ഷഹീൻ ബാഗിൽ സമരം ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് നേരെ വെടിവെക്കണമെന്ന് ആഹ്വാനം ചെയ്ത അനുരാഗ് താക്കൂർ അതിന്റെ പിറ്റേ ദിവസം ലോഡ് കണക്കിന് കല്ല് കൊണ്ടുവന്നിട്ട് ആ ഷഹീൻ ബാഗിന്റെ സമീപത്ത് ഇറക്കിയിട്ട് അതുപയോഗിച്ച് അവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്ത അനുരാഗ് താക്കൂർ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു FIR പോലും ഇന്ത്യ രാജ്യത്ത് എവിടെയില്ല, ഒരു കേസ് പോലും എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കലാപാഹ്വാനം കേട്ടിട്ടാണ് അവിടെയുള്ള RSSകാര് കലാപത്തിന് ഇറങ്ങിയത്. മുഴുവൻ മനുഷ്യാവകാശ സംഘടനകളും അവരുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അനുരാഗ് താക്കൂറിനെതിരെ ഒരു FIR ഇടാൻ ഇന്ത്യ രാജ്യത്തിലെ ഭരണകൂടത്തിന് പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അനുരാഗ് താക്കൂർ ഇപ്പോ കേന്ദ്രമന്ത്രിയാണ്. അനുരാഗ് താക്കൂർ കേന്ദ്രമന്ത്രിയുമായി ഇതാ ഞാൻ പറയുന്നത്, ഈ രാജ്യത്ത് 2 തരത്തിലുള്ള സംവിധാനങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിക്ക് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവരെ തീഹാർ ജയിലിൽ കൊണ്ടുപോയിടും. അതിന് ജാതിയില്ല, മതമില്ല, വയസ്സില്ല, പ്രായമില്ല. മറുഭാഗത്ത് RSSന്റെ എല്ലാ തോന്നിവാസങ്ങളെയും ശരിവെച്ചുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ RSSന്റെ തോന്നിവാസങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക മിനിമം, അല്ലെങ്കിൽ മൗനമായിരിക്കുക, അവരെന്തും ചെയ്തോട്ടെ എന്ന് വിചാരിക്കാം, എങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കാം. അതാണ് പറഞ്ഞു വെക്കുന്നത്. അതാണ് ഇവരെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഏജൻസികളൊക്കെ നമ്മളിപ്പോ പാർലമെന്റിലൊക്കെ നോക്കുക. പാർലമെന്റില് 10 ദിവസം സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ 25 നിയമങ്ങൾ പാസ്സാക്കും. ഒരു ദിവസം 2 നിയമം വെച്ച് പാസ്സാക്കുക. RSSകാരൻ പറയുന്നത് നട്ടലുള്ള പ്രധാനമന്ത്രിയാണ്, 53 ഇഞ്ചുള്ള പ്രധാനമന്ത്രിയാണ്, ഇത്തരം ധീരനായ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വേഗം നിയമങ്ങൾ പാസ്സാവുന്നത് എന്നാണ് പറയുന്നത്.
നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. നമുക്കറിയാലോ, അന്ന് ഇവര് പറഞ്ഞത് എന്താ? ഇത്രയും ധീരനായ പ്രധാനമന്ത്രി എങ്ങനെ ധീരത അദ്ദേഹം കാണിച്ചത്? ഒരു ദിവസം നട്ടപ്പാതിരക്ക് എണീറ്റെന്ന് പറയാണ്, നാളെ മുതൽ ബസ്സില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റുകളില്ല, കടകൾ തുറക്കാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ഏത് രാജ്യത്താണ് പറയുന്നത്? ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിൽ അങ്ങനെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അങ്ങനെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവസ്ഥ ഈ രാജ്യത്ത് സംവിധാനിച്ചോ? ഇത് പറയാൻ ആർക്കും പറ്റും? ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച ആളുകള് ഒരു നട്ടപ്പാതിരക്കെണീറ്റ് പ്രസ്താവന നടത്താത്തത് അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല. ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥകളും അവർക്കറിയാം. നമ്മുടെ നാട്ടിലെ നിലമ്പൂരില് ഈ പ്രദേശത്ത് എത്രത്തോളം ആസാമികള്, ഉത്തർപ്രദേശുകാര്, ബംഗാളികൾ പണിയെടുക്കുന്നുണ്ട്. ഒരു ദിവസം നട്ടപ്പാതിരക്ക് എണീറ്റിട്ട് നാളെ മുതൽ വണ്ടിയില്ല, ബസ്സില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റില്ല, കട തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ എങ്ങനെ ജീവിക്കണം? ഇതിന് മറുപടി പറയേണ്ടതാരാ? ഈ ആളുകൾക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടണം? ഈ ആളുകൾക്ക് എങ്ങനെ നാട് പിടിക്കണം? ഈ ആളുകൾ എങ്ങനെ തൊഴിലില്ലാതെ ഇവിടെ ജീവിക്കണം? അതിന് ഉത്തരമൊന്നുമില്ല. 53 ഇഞ്ചുള്ള പ്രധാനമന്ത്രിയുടെ ധൈര്യമല്ലത്, 53 ഇഞ്ചുള്ള പ്രധാനമന്ത്രിയുടെ വിവരക്കേടാണത്. ഒരു രാജ്യത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരത്തിലൊരു നിയമം പാസാക്കുന്നത്, ഒരവസ്ഥ സംജാതമാക്കിയത്, അതിന്റെ കെടുതികൾ ഇപ്പോഴും തീർന്നിട്ടുണ്ടോ? അന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് ഉത്തർപ്രദേശുകാരും ആസാമികളും ബംഗാളികളും നടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു രാജ്യത്ത് കിലോമീറ്ററുകളോളം അവർ സൈക്കിളിൽ പോകുന്ന കാഴ്ച, അവർ വലിച്ചു കൊണ്ടുപോകുന്ന ബാഗിന്റെ മുകളിൽ അവരുടെ കുട്ടികളെ കിടത്തിയിറക്കി കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. നടന്ന് ചെറിയ പൈതങ്ങളുടെ കാലുകൾ പൊട്ടിക്ക് വിണ്ടുകീറിയ കാഴ്ച നമ്മൾ കണ്ടു. ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്താ? ഒരു രാജ്യത്ത് ഒരു നയം നടപ്പിലാക്കുമ്പോ കുറച്ചൊന്ന് ആലോചിക്കണം. പാർലമെന്റിൽ നിയമം പാസ്സാക്കുമ്പോഴും പറയുന്നത് എന്താ? ധീരനായ പ്രധാനമന്ത്രി. ഒരു ദിവസം 2-3 നിയമം പാസ്സാക്കാൻ പ്രതിപക്ഷ കക്ഷികളെ അറിയിക്കുന്നില്ല. അറിയിച്ച ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ നരേന്ദ്രമോദിക്ക് ഇഷ്ടമല്ല. പത്രസമ്മേളനം നടത്താറില്ല നരേന്ദ്രമോദി. പാർലമെന്റിൽ പങ്കെടുക്കാറില്ല. പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കാറില്ല. ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ല. അദ്ദേഹത്തിന് ചോദ്യം ഇഷ്ടമല്ല. അദ്ദേഹം മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഒരു തവണ പോലും അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടില്ല. കാരണം പത്രക്കാർ ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് ചൂടാവും. ചോദ്യങ്ങൾ ആരും ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പോസ്റ്റിലും ഫോട്ടോ എടുക്കാം, ചോദ്യം ചോദിക്കരുത്. പല തരത്തിൽ ഫോട്ടോ എടുക്കാം, പക്ഷെ ചോദ്യം ചോദിക്കാൻ പാടില്ല. ചോദ്യം ഇഷ്ടമല്ല. പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോഴും അദ്ദേഹം അവിടെ കാണില്ല. നമ്മൾ കാണൂല പ്രധാനമന്ത്രിയെ. പാർലമെന്റ് നടക്കുമ്പോ അദ്ദേഹം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ ചുട്ടെടുക്കും. UAPA ഭേദഗതി. UAPA എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ഭീകര നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. 180 ദിവസം ഒരു മനുഷ്യനെ ജയിലിലിടാം. ജാമ്യം ചോദിക്കാൻ പോലും പാടില്ല. ജാമ്യം ചോദിച്ചാൽ കൊടുക്കില്ല, തള്ളാം. കാരണമൊന്നും പറയണ്ട. 180 ദിവസം വരെ ആ മനുഷ്യനെ ജാമ്യമില്ലാതെ ജയിലിലിടാൻ പറ്റുന്ന നിയമം. 180 ദിവസം എന്ന് പറഞ്ഞാൽ 6 മാസം. എന്നിട്ട് അവര് വേണമെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം ഏത് കേസിലും UAPA ചുമത്തിയാൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നൊക്കെ തെളിയിക്കുന്ന 4-5 കൊല്ലം കഴിഞ്ഞിട്ടാ. അതുവരെ നിങ്ങളെ തടവിലിടാൻ കഴിയുന്ന ഒരു ഭീകര നിയമമാണ് ഈ UAPA. അത് ഭേദഗതി ചെയ്തു. ഇപ്പോ ഭേദഗതി ചെയ്തിട്ട് ഒന്നുകൂടെ അത് ഭീകരമാക്കി. എന്താ പറയണത്? ഒരു വ്യക്തിയെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിക്കാം. ഒരാശയം, തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ഒരാശയം രാജ്യത്ത് പ്രചരിപ്പിച്ചാൽ അയാളെ ഭീകരവാദിയായി പ്രഖ്യാപിക്കാം. അയാളെ സ്വത്ത് കണ്ടുകെട്ടാം, അയാളുടെ വീട് അടച്ചുപൂട്ടാം, ഇതൊക്കെ ചെയ്യാം. ഒരു വ്യക്തിയെ ഭീകരവാദിയായി പ്രഖ്യാപിക്കാം. എന്താണ് തീവ്രവാദ ആശയം? തീവ്രവാദ ആശയം പറഞ്ഞാൽ അയാൾക്കെതിരെ UAPA. എന്താണ് തീവ്രവാദം? അത് ആ നിയമം നിർവചിക്കുന്നില്ല. ആ നിയമത്തിൽ ഇല്ല എന്താ തീവ്രവാദം എന്ന്. അപ്പൊ നമ്മള് UAPA ഇതുവരെ ചുമത്തിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കാം. എന്തൊക്കെ തീവ്രവാദങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളതെന്ന്. ഈ രാജ്യത്ത് UAPA ഏറ്റവും അധികം ചുമത്തപ്പെട്ട ഒരു സമുദായം മുസ്ലിം സമുദായമാണ്. പശുവിനെ അറുത്തതിന്റെ പേരിൽ, ബീഫ് കഴിച്ചതിന്റെ പേരിൽ, ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കൂടെ നടന്നതിന്റെ പേരിൽ ഒക്കെ ജയിലിൽ കിടക്കുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. UAPA ചുമത്തപ്പെട്ടിട്ട് ഈ രാജ്യത്തിലെ ഒരു സമുദായം. അപ്പൊ UAPA എന്ന് പറയുന്നത് രാജ്യത്തിലെ ഭീകരവാദികൾക്കുള്ളതല്ല, രാജ്യത്തിലെ ചില പ്രത്യേക സമുദായങ്ങളെ. അതിൽ മുസ്ലിങ്ങളുണ്ട്, ദളിതുകളുണ്ട്, ആദിവാസികളുണ്ട്. തങ്ങളുടെ ആവശ്യം ചോദിച്ചതിന്റെ പേരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്നത് ആദിവാസികളാണ്.
എന്തിനാണ് അവർ കടക്കുന്നത്? എന്ത് ഭീകരവാദമാണ് അവർ ചെയ്തിട്ടുള്ളത്? അവരുടെ പ്രദേശങ്ങളിലേക്ക് ഭൂമി കുഴിച്ചുകൊണ്ടും അവിടെയുള്ള വിഭവങ്ങൾ കട്ടെടുക്കാനും വേണ്ടി വൻകിട കമ്പനികൾ വന്നപ്പോ അവർ സമരം ചെയ്തു. നമ്മുടെ കേരളയിൽ ഇവരെ സമരം ചെയ്യുന്നത് പോലെ ആ സമരം ചെയ്ത ആളുകളെ മുഴുവൻ UAPA ചുമത്തി ജയിലിലിട്ടിരിക്കുന്നു. ചോദിക്കാൻ ആളില്ല, പറയാൻ ആളില്ല. ഈ നിയമമാണ് ഭേദഗതി ചെയ്തത്. NIA നിയമം ഭേദഗതി ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാർലമെന്റിൽ കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, മറ്റ് പ്രതിപക്ഷ കക്ഷികളുണ്ട്. അവരാരും തന്നെ ഈ UAPA ഭേദഗതി ചെയ്യുമ്പോൾ ഒരക്ഷരം പാർലമെന്റിൽ മുണ്ടിയിട്ടില്ല. എല്ലാവരുടെയും സമ്മതത്തോടെയാണ് പാർലമെന്റിൽ UAPA ഭേദഗതി പാസാക്കപ്പെട്ടത്. ഇപ്പൊ കർണാടകയില് മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയിരിക്കുന്നു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ പാസാക്കി. ഏറ്റവും ഒടുവിൽ ഇപ്പൊ കർണാടകയില് മതപരിവർത്തനം നിരോധിക്കണം എന്ന് പറയുന്ന നിയമം, ആ നിയമത്തിലെ വ്യവസ്ഥകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ബലം പ്രയോഗിച്ച് മതം മാറ്റം പാടില്ല. അത് ആരും ചെയ്യാൻ പാടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ അഭിപ്രായമുണ്ട്. പീഡിപ്പിച്ച് പ്രലോഭിപ്പിച്ച് പണം കൊടുത്ത് ഒന്നും ആരെയും മതം മാറ്റാൻ പാടില്ല. പക്ഷേ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ പാടില്ല എന്ന് കർണാടകയിലെ നിയമം പറയുന്നു. ശരിയാണ്, ഒറ്റ വാക്കിൽ നമുക്ക് തോന്നും പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ പാടില്ല. പക്ഷെ പ്രലോഭനം എന്ന് പറയുന്ന ആ വാചകത്തെ ആ നിയമം നിർവചിക്കുന്നുണ്ട്. എന്താണ് പ്രലോഭനം? പ്രലോഭനം എന്ന് പറയുന്ന വാക്കിന് അവർ കൊടുക്കുന്ന നിർവചനം, ഞാൻ ഒരു പ്രത്യേക മതത്തിലേക്ക് മാറുകയാണ് എങ്കിൽ, ഞാൻ വേറൊരു മതത്തിലേക്ക്, ഇപ്പോഴുള്ള മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോ അത് നിങ്ങളുടെ മതവിശ്വാസത്തെ ബാധിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ചെയ്യുന്നത് കുറ്റമാണ്. ആ നിയമത്തിന്റെ ഒരു പോക്ക് നമ്മൾ നോക്കണം. ഒരാൾ മതം മാറുന്നത് നമ്മുടെ മതവിശ്വാസത്തെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അയാൾ മതം മാറാൻ പാടില്ല. അതാണ് നിയമം. ഈ തരത്തിലെ നിയമങ്ങള് രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത് എന്താ? ഒരു വ്യക്തിക്ക് ഏതൊരു മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തരുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മുടെ ഭരണകൂടം പറയുന്നത് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ട് വേറൊരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മതം മാറാൻ പാടില്ല. ഇതെവിടുത്തെ ന്യായമാണ്? ഇത്തരം നിയമങ്ങൾ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് വരാൻ. മുത്തലാഖ് നിയമം, മുസ്ലിം പുരുഷൻ ഭാര്യയെ 3 തലാഖും ചൊല്ലി ഒഴിവാക്കുക, അത് പാടില്ല. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചത് അത് പാടുണ്ടോ പാടില്ല എന്നുള്ള വിഷയത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാൾ മൊഴി ചൊല്ലിയിട്ട് ഭാര്യയെ ഒഴിവാക്കിയാൽ അയാളെ ജയിലിലിടാം. അയാളെ ക്രിമിനൽ കേസ് ചുമത്തിയിട്ട് ജയിലിലിടാം. ജാമ്യമില്ലാതെ ജയിലിലിടാം. അദ്ദേഹത്തെ ജയിലിലിട്ട് ശിക്ഷിക്കാം. ഭാര്യ അയാൾ നിയമവിരുദ്ധമായിട്ട് ഒഴിവാക്കിയാൽ വേറെ ഒരു മതത്തിൽപ്പെട്ട ആളും, ഇന്ത്യ രാജ്യത്ത് വേറെ ഏത് മതം എടുത്തോ, വേറെ ഏത് മതത്തിലെ ആളും ഭാര്യയെ നിയമവിരുദ്ധമായിട്ട് ഒഴിവാക്കിയാൽ ജയിലിലിടാൻ വകുപ്പില്ല. പറ്റില്ല. സിവിൽ നിയമമാണ്. കുടുംബ കോടതിയിൽ കേസ് കൊടുക്കാം. കുടുംബ കോടതിയിൽ പോലീസും അറസ്റ്റൊന്നുമില്ല. പക്ഷേ ഒരു മുത്തലാഖ് ചൊല്ലിയിട്ട് ഭാര്യയെ നിയമവിരുദ്ധമായിട്ടാണ് ഒരു മുസ്ലിം ഒഴിവാക്കണമെങ്കിൽ അയാൾക്കെതിരെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവിടെയാണ് പ്രശ്നം. ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഒരേ കുറ്റത്തിന് 2 തരത്തിലുള്ള നിയമം? ഒരു വിഭാഗത്തിന്, ഒരു മതക്കാർക്ക് ഒരു നിയമം, മറ്റൊരു മതക്കാർക്ക് വേറെ നിയമം. ഇത് എവിടുത്തെ ന്യായമാണ്? ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് അതാ ഞങ്ങൾ ചോദിക്കുന്നത്. മുത്തലാഖ് ചെല്ലാൻ അനുവദിച്ചിട്ട് ഭാര്യമാരൊക്കെ അങ്ങനെ തലാഖ് ചെല്ലാൻ അനുമതി തരണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. നിയമം നടപ്പിലാക്കുമ്പോ അത് ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരുപോലെ നടപ്പിലാക്കണം. 21 വയസ്സ് വിവാഹപ്രായമാക്കുന്നു. അതിന് ന്യായക്കേടോ അല്ല ഞാൻ പറയുന്നത്. 21 വയസ്സ് വിവാഹപ്രായമാക്കുമ്പോൾ ആളുകൾ പറയുന്നത്, ഭരണകൂടം പറയുന്നത്, മുസ്ലിം സമുദായം അടക്കം ചില സമുദായങ്ങളുടെ പ്രശ്നം. എന്ത് പ്രശ്നമാണ്? അപ്പോഴും മുസ്ലിം സമുദായമാണ് ചർച്ച. മുസ്ലിങ്ങളിലുള്ള ചില വിവാഹങ്ങള് അവസാനിക്കുന്നതോടുകൂടി എപ്പോഴും മുസ്ലിം സമുദായത്തെ ഒരു സംശയത്തിൽ നിലനിർത്തുന്നത് എന്തിനാ? മുസ്ലിം സ്ത്രീകള് എന്തോ മഹത്തായ പീഡനം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം എന്തോ ഭയങ്കരമായ അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ്. മുസ്ലിങ്ങൾ നേരെ നിങ്ങൾ ഒരു സംശയത്തോടെ ഇങ്ങനെ നോക്കാൻ പാടുള്ളൂ. പർദ്ദ കാണുമ്പോൾ, മഫ്ത കാണുമ്പോൾ, താടി കാണുമ്പോൾ, തൊപ്പി കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവണം. നിങ്ങൾക്കൊരു പേടി തോന്നണം. ചുരുങ്ങിയത് ബാങ്ക് കൊടുക്കുമ്പോ നിങ്ങൾക്ക് അതിനോട് എന്തോ ഒരു ദേഷ്യം വരണം. മദ്രസ കാണുമ്പോൾ നിങ്ങളുടെ വികാരം ജ്വലിക്കണം. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ഓരോ ചിഹ്നങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു വെറുപ്പുണ്ടാവണം. അങ്ങനെ മുസ്ലിങ്ങളെ
ഒരു പിശാചുവൽക്കരിക്കുന്ന ഒരു സ്വഭാവം, അതിന്റെ ഭാഗം തന്നെയാണ് ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുമ്പോഴൊക്കെ മുസ്ലിം സമുദായത്തിലേക്ക് നോക്കുന്നത്. എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഇങ്ങനെ പോകുമ്പോ, നിയമനിർമ്മാണ സഭകൾ ഇങ്ങനെ നിയമം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ, വേറൊരു ഭാഗത്ത് നടപ്പിലാക്കേണ്ട ഏജൻസികൾ, IAS IPS ഉദ്യോഗസ്ഥന്മാർ അവരെവിടെയാ നിൽക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, RSSന്റെ സങ്കല്പ് എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. ഡൽഹിയില് ആ സങ്കല്പ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പണി എന്താ? RSSകാരെ ട്രെയിനിങ് കൊടുത്തിട്ട് സിവിൽ സർവീസിലേക്ക് കയറ്റുക. അങ്ങനെ കഴിഞ്ഞ തവണ ഏകദേശം 100-ലധികം RSSകാര് ഇന്ത്യയുടെ സിവിൽ സർവീസിൽ ജോലി നേടിയിട്ടുണ്ട്. അവരെ മുഴുവൻ വിളിച്ചു വരുത്തി സങ്കല്പില് അവരെ ഈ സിവിൽ സർവീസിൽ അഡ്മിഷൻ കിട്ടിയപ്പോ, എന്നിട്ട് അവരോട് സംസാരിക്കുന്നത് ആരാ? അവരോട് സംസാരിക്കുന്നത് RSSന്റെ ദേശീയ സെക്രട്ടറിയാണ്. അപ്പോ ആ ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ എത്തിയാൽ എന്താ സംഭവിക്കുക? ഇന്ത്യയുടെ ഭരണകൂടത്തിൽ ബോൺസാല സൈനിക സ്കൂള്, ഇന്ത്യ രാജ്യത്ത് ഒറ്റ സൈനിക സ്കൂളേ ഉള്ളൂ. അതുപോലെ വളരെ സെറ്റപ്പ് ഉള്ള ഒരു സൈനിക സ്കൂള്, സൈന്യത്തിൽ ചേരാനുള്ള പരിശീലനം കൊടുക്കുന്ന ഒരു സ്കൂൾ, ബോൺസാല സൈനിക സ്കൂൾ. ആരാ നടത്തുന്നത്? RSS. അവിടെ സൈന്യത്തിലേക്ക് ചേരാനുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈന്യത്തിൽ ആള് വരുന്നത് ബോൺസാല സൈനിക സ്കൂളിൽ പഠിച്ച കുട്ടികളാണ്. അവരെങ്ങനെയാണ് സൈന്യത്തെ കൊണ്ടുപോവുക? ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തെ നോക്കി ലവ് ജിഹാദ് പറയുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തെ നോക്കി ലാൻഡ് ജിഹാദ് പറയുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തെ നോക്കി ഹലാൽ ജിഹാദ് പറയുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തെ നോക്കിയിട്ട് UPSC ജിഹാദ് എന്ന് പറയുന്ന ആളുകൾ, അവർ ഈ സമുദായത്തെ മുഴുവൻ ജിഹാദിന്റെ മുകളിൽ കെട്ടിയിട്ടിട്ട് ഈ സമുദായത്തെ മുഴുവൻ ഭീകരവാദികളാക്കിക്കൊണ്ടിരിക്കുക. ഈ പണി മുഴുവൻ എടുക്കുന്നതോ RSSന്റെ കേന്ദ്രങ്ങളിലാണ്. UPSCയിൽ RSS കയറുന്നു. ലവ് ജിഹാദ് എന്ന് പറയുന്നത് മുസ്ലിം പുരുഷന്മാർ ഹിന്ദു പെൺകുട്ടികളെ അല്ലെങ്കിൽ അമുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റുന്നു. ആരാണ് ഈ രാജ്യത്ത് അത്തരം പരിപാടി തുടങ്ങിയത്? പ്രണയിച്ച് മതം മാറ്റിയിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കൽ ആരാ തുടങ്ങിയത്? ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിക്കോ നിങ്ങള്. അതൊക്കെ RSS ആദ്യം തുടങ്ങും, എന്നിട്ട് മുസ്ലിം സമുദായത്തിന് നേരെ വിരൽ ചൂണ്ടും. ഇവരിങ്ങനെയാ, ഇവരാണ് തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പിശാചുവൽക്കരിക്കുക, മുസ്ലിങ്ങളെ നേരെ നോക്കുക. അപ്പൊ നമുക്ക് സംശയം വരിക. ഇങ്ങനെ നുണകളെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും എളുപ്പമുള്ള വഴിയതാണ്. ഹിറ്റ്ലർ ഉണ്ടാക്കിയ തിയറിയാണല്ലോ, നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിർത്തരുത് പറയുന്നത്. അങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ആളുകൾ അത് വിശ്വസിക്കും. ഇതാണ് RSSന്റെ തിയറി. 450 കൊല്ലം മുസ്ലിങ്ങൾ ആരാധിച്ച പള്ളി നോക്കിയിട്ട് പറഞ്ഞു അത് അമ്പലാണ്. തുടക്കത്തിലൊരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അമ്പലല്ലല്ലോ, അവിടെ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, അത് പള്ളിയല്ലേ. അവിടെ അവസാനം നിസ്കരിച്ച ആഷിം അൻസാരി എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഇശാ നിസ്കരിച്ച് പള്ളി പൂട്ടി വീട്ടിൽ പോയി രാവിലെ വന്നു നോക്കുമ്പോഴാണല്ലോ അതിന്റെ അകത്ത് രാമവിഗ്രഹം കണ്ടത്. അത് കൊണ്ടുവച്ചതാണല്ലോ. അവിടെ പൂജക്ക് അനുമതി കൊടുത്തത് തെറ്റാണല്ലോ. അവിടെ കർസേവക്ക് അനുമതി കൊടുത്തത് തെറ്റാണല്ലോ. അതിന്റെ പൂട്ട് തുറന്നത് തെറ്റാണല്ലോ. അവിടെ കർസേവ നടത്തിയത് തെറ്റാണ്. അത് പൊളിച്ചത് തെറ്റാണ്. ഒക്കെ തെറ്റാണ്. പക്ഷേ നിരന്തരമായ പ്രചരണത്തിലൂടെ മുസ്ലിം സമുദായത്തിനും സംശയം തോന്നി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ ബാബരി മസ്ജിദിന് അത് പള്ളി തന്നെയാണോ, ഇനി അത് അമ്പലങ്ങാനായിരിക്കും, ഒന്നും ഇയാൾ എങ്ങനെ പറയൂ എന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഇതാണ് RSSന്റെ തന്ത്രം. ഒരു നുണ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ അങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിങ്ങനെ പറഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും കുറച്ച് കഴിയുമ്പോ അത് അങ്ങനെ തന്നെയാണോ. ബാബരി മസ്ജിദ് കേസ് നേരത്തെ പറഞ്ഞ ഈ നിയമം നടപ്പിലാക്കേണ്ട ഏജൻസിയാണല്ലോ കോടതി. നിയമം വ്യാഖ്യാനിക്കുന്ന കോടതിയിൽ എന്താ സംഭവിച്ചത്? അവസാനം ബാബരി മസ്ജിദ് കേസ് വന്നപ്പോ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, അദ്ദേഹമായിരുന്നു ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജഡ്ജിമാർ ഇരുന്നിട്ട് വിധി പറഞ്ഞു. എന്താ വിധി? ബാബരി മസ്ജിദിന്റെ കേസിൽ വിധി പറയുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു ബാബരി മസ്ജിദിലെ വിഗ്രഹം കൊണ്ടുവച്ചത് തെറ്റാണ്, ബാബരി മസ്ജിദ് അതിക്രമിച്ച് കയറിയത് തെറ്റാണ്, ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു അതുകൊണ്ട് ബാബരി മസ്ജിദ് നിന്ന സ്ഥലം ഹിന്ദുക്കൾക്ക് കൈമാറുന്നു. ഇതൊക്കെ തെറ്റാണ്. പക്ഷെ പള്ളി നിന്ന സ്ഥലം അമ്പലം നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നു. മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം കുറച്ച് ദൂരെ എവിടെയെങ്കിലും തരാം. ആ രഞ്ജൻ ഗൊഗോയി അത് പറഞ്ഞു പോയി. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറങ്ങി. അതിലൊരു ഫോട്ടോ ഉണ്ട്. ആത്മകഥയില് അദ്ദേഹവും ആ വിധി പറഞ്ഞ ജഡ്ജിമാരും വരിക്ക് നിന്ന് മദ്യപിക്കുന്നു, വീഞ്ഞു കുടിക്കുന്നു. എന്നിട്ട് അതിന്റെ അടിക്കുറിപ്പ് ചരിത്ര പ്രാധാന്യമുള്ള
ബാബരി മസ്ജിദ് കേസ് വിധി പറഞ്ഞ ശേഷം സന്തോഷം പങ്കിടുന്നു. ആ രഞ്ജൻ ഗൊഗോയ് പിന്നെ ആരായി? രാജ്യസഭ MP ആക്കി BJP. അദ്ദേഹത്തിന് ഉപകാര സ്മരണ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹം വിധി പറയുമ്പോൾ പറഞ്ഞൊരു കാര്യം കേട്ടോ, ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ വിധിന്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ എപ്പോഴും കാണാം, അതിലുണ്ട് ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ്. അപ്പൊ ആ കേസ് ഇവിടെ നടക്കുന്നുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ച കേസ് അത് അലഹാബാദിൽ നടക്കുന്ന കേസ്. അപ്പോ അവിടെ സുരേന്ദ്രകുമാർ യാദവ് എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ് ആ കേസ് കേൾക്കുന്നത് അലഹാബാദില്. ആ കേസിന്റെ വിധി എന്തായി? അവസാനം 32 പേര്, LK അഡ്വാനി, വിനയ് കത്യാർ, വാജ്പേയി, ഉമാഭാരതി, അശോക് സിംഗാൾ തുടങ്ങിയ 32 പ്രതികളാണ് അതിലുള്ളത്. ബാബരിപ്പള്ളി 92 ഡിസംബർ 6 പൊളിച്ച കേസിൽ ആ 32 ആളെയും കോടതി വെറുതെ വിട്ടു. എന്നിട്ട് പറഞ്ഞെന്താ? ഡിസംബർ 6 ഉണ്ടായ ഒരു ആവേശ തള്ളിച്ചയിൽ അത് പൊളിഞ്ഞു പോയതാണ്. അപ്പൊ ആ കേസും തീരുമാനമായി. ആ സുരേന്ദ്രകുമാർ യാദവിന് എന്ത് കിട്ടി? അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോ അദ്ദേഹത്തെ ഉത്തർപ്രദേശിലെ ഉപലോകായുക്തായിട്ട് നിയമിച്ചു. അദ്ദേഹത്തിന് കിട്ടി സമ്മാനം. ഈ രഞ്ജൻ ഗൊഗോയി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് റഫേൽ കേസ് നടക്കുന്നത്. നിങ്ങൾക്കറിയാലോ, റഫേൽ പോർ വിമാനങ്ങൾ വാങ്ങിയ അഴിമതി, മോഡി അഴിമതി നടത്തിയുള്ള കേസ്. ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക, സുപ്രീം കോടതിയിൽ. അപ്പൊ രഞ്ജൻ ഗൊഗോയി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു കോടതി കാണാൻ. അങ്ങനെ നരേന്ദ്രമോദി കോടതിയിൽ പോയി. ഏത് കോടതിയില്? ഈ തനിക്കെതിരെ റഫേൽ കേസ് നടക്കുന്ന കോടതിയില്. അവിടെ പോയി ഇരുന്നു നരേന്ദ്രമോദി മണിക്കൂറുകളോളം. രഞ്ജൻ ഗൊഗോയി കൂടെ കോടതിയിൽ എന്തൊക്കെ നടക്കുന്നു, അവിടുത്തെ പ്രൊസീജിയർ എന്തൊക്കെയെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു രഞ്ജൻ ഗൊഗോയി മണിക്കൂറുകളോളം. റഫേൽ കേസ് നടക്കുന്ന കോടതിയിലാട്ടോ. സ്വാഭാവികമായിട്ട് സാധാരണക്കാരൻ ചോദിച്ചേക്കാം, നമ്മുടെ പ്രധാനമന്ത്രിക്ക് കോടതി പോകുന്നതിന് എന്താ പ്രശ്നം? ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം അനുസരിച്ച് ഒരു പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ആരും കോടതി കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അത് ഈ രാജ്യത്തുള്ള നിയമമാണ്. അങ്ങനെ ഇടപെടാൻ പാടില്ല. അവര് ഈ മന്ത്രിമാരും MLA-മാരും ജഡ്ജിമാരുമായിട്ട് അകലം പാലിച്ചിരിക്കണം. സംസാരിക്കാൻ പാടില്ല, ഇടപെടാൻ പാടില്ല, അവരുടെ കാര്യങ്ങളിൽ കൈകടത്താൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന്റെ നിഷ്പക്ഷത തകരാറിലാവും. ഇവിടെ സംഭവിച്ചത് എന്താ? മണിക്കൂറുകളോളം രാത്രിയിലാണ് രഞ്ജൻ ഗൊഗോയും പ്രധാനമന്ത്രിയും ആ കേസ് നടക്കുന്ന കോടതിയിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അവസാനം റഫേൽ കേസിന്റെ വിധി വന്നു, നരേന്ദ്രമോദിയെ വെറുതെ വിട്ടു. ഒരു കുഴപ്പം അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ജസ്റ്റിസ് അരുൺ മിശ്ര സുപ്രീം കോടതിയിലെ വേറൊരു ജഡ്ജിയാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹം നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് വെർസറ്റൈൽ ജീനിയസ് എന്നാണ്. ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ ജീനിയസ് എന്നാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത്. അതിൽ നിങ്ങൾക്ക് തോന്നുന്നു, ചെറുപക്ഷെ സാധാരണക്കാർ തോന്നിയേക്കാം, ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് അങ്ങനെ പറയുന്നതിന് കുഴപ്പമുണ്ട്. ഒരു ജഡ്ജി അങ്ങനെ പറയാൻ പാടില്ല. നീതിന്യായ സംവിധാനത്തിന് തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ അങ്ങനെ പറയാൻ പാടില്ല. പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രിയെ, അത്തരം ഉദ്യോഗസ്ഥന്മാരൊന്നും പറയാൻ പാടില്ല. നിഷ്പക്ഷമായി നിൽക്കേണ്ട ആളാണ് ജഡ്ജി. ഒരാളുടെ കൂടെ നിൽക്കാൻ പാടില്ല. അവിടെയാണ് അരുൺ മിശ്ര പറഞ്ഞത് വെർസറ്റൈൽ ജീനിയസ് ആണ് നരേന്ദ്രമോദി. അങ്ങനെ അരുൺ മിശ്ര റിട്ടയറായി. അദ്ദേഹം ഇപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ്. ആരൊക്കെ ഇങ്ങനെ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിട്ടുണ്ടോ, RSSന് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ ഉപകാര സ്മരണ നമ്മുടെ രാജ്യത്ത് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബാബരി മസ്ജിദ് കേസില്, ബാബരി മസ്ജിദിന്റെ ഭൂമി ഹിന്ദു സമൂഹത്തിന് വിട്ടുകൊടുത്ത കേസിന്റെ വിധി പറഞ്ഞ രഞ്ജൻ ഗൊഗോയിയുടെ കൂടെ വേറൊരു ജഡ്ജി ഉണ്ടായിരുന്നു, S. അബ്ദുൽ നസീർ എന്ന് പറയുന്ന ഒരു ജഡ്ജി. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ കണ്ടു, അഭിഭാഷക പരിഷത്തിന്റെ സമ്മേളനം നടക്കുന്നു. അഭിഭാഷക പരിഷത്ത് എന്ന് പറഞ്ഞാൽ RSSന്റെ വക്കീൽമാരുടെ സംഘടന. ആ അഭിഭാഷക പരിഷത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരിക്കുന്ന S. അബ്ദുൽ നസീർ എന്ന് പറയുന്ന ജഡ്ജിയാണ്. നമ്മൾ ആലോചിക്കണം, ആ ജഡ്ജി എന്തായിരിക്കും കോടതിയിൽ വിധിക്കുന്നത്, എന്തായിരിക്കും വിധിക്കുക? RSSന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുക. നമുക്കറിയാം, ഇവിടെ ഒരു CPM-ന്റെ MLA
CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വാർഡ് മെമ്പർ RSSന്റെ യോഗത്തിൽ പങ്കെടുത്താൽ ഈ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? പലപ്പോഴും പല പാർട്ടികളും നടപടിയെടുത്തിട്ടുണ്ട് RSSന്റെ കൂടെ പോയതിന്. പക്ഷെ ഇവിടെ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ് RSSന്റെ പരിപാടിക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്തില് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ മാറ്റി കൗടില്യന്റെയും മനുവിന്റെയും നിയമങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തിലെ നിയമങ്ങളെ ഭാരതവൽക്കരിക്കണം. അദ്ദേഹമാണ് സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ സീനിയർ ജഡ്ജി. ആലോചിക്കണം നമ്മൾ. ആ നസീർ ജഡ്ജി അവിടുന്ന് പ്രസംഗിക്കുമ്പോ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന വേറൊരു ജഡ്ജി ഉണ്ട്, ജസ്റ്റിസ് നഗരേഷ് എന്ന് പറയുന്ന വേറൊരു ജഡ്ജി. അദ്ദേഹം ആരാ? ഇപ്പൊ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ജസ്റ്റിസ് നഗരേഷ്. അദ്ദേഹം ഉണ്ട് RSSന്റെ പരിപാടിയിൽ. ചില ജഡ്ജിമാരൊക്കെ ഇങ്ങനെ ആയിപ്പോവാൻ കാരണം എന്താണ്? നമ്മുടെ രാജ്യത്ത് വേറൊരു ജഡ്ജി പറയുന്നത് കോഹിനൂർ രത്നത്തിനേക്കാൾ വിലപ്പെട്ടതാണ് ചാണകം. ഒരു ജഡ്ജി പറയാണ് അദ്ദേഹത്തിന്റെ വിധിന്യായത്തില് കോഹിനൂർ രത്നത്തിനേക്കാൾ മികച്ച സാധനമാണ് അത്ര ചാണകം. എത്ര ആളുകളാണ് മാറിപ്പോകുന്നത് BJP ഭരിക്കുമ്പോഴേക്ക്. ഇപ്പൊ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്, 1991 ഉണ്ടാക്കിയ നിയമം. ബാബരി മസ്ജിദ് ഇങ്ങനെ കത്തി നിൽക്കുമ്പോ ഒരു നിയമം ഉണ്ടാക്കി. എന്താ നിയമം എന്നറിയോ? ഇനിയിപ്പൊ അന്ന് RSSകാര് പറഞ്ഞത് കാശി മധുര ബാക്കി ഹേന്നാണല്ലോ. കാശി മധുര ഒക്കെ ഇതുപോലെ പൊളിക്കാൻ നിൽക്കുന്നുണ്ട്. അന്ന് RSS പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് അടക്കം 3003 പള്ളികളുണ്ട് ഇന്ത്യ രാജ്യത്ത്. പൊളിക്കേണ്ട പള്ളികൾ 3003 പള്ളിയാ. ചില ആളുകളൊക്കെ വിചാരിച്ചത് ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ അമ്പലം ഉണ്ടാക്കുന്നതോടുകൂടി സമാധാനമായിട്ട് ജീവിക്കാമോ? അതങ്ങോട്ട് കൊടുത്തേക്ക്. ഒറ്റപ്പാടുണ്ടാക്കണ്ട, നിലവിളിക്കണ്ട, കഷ്ടപ്പെടണ്ട, അതായിട്ട് പോട്ടെ, ഒരു പള്ളിയല്ലേ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് മുസ്ലിം സമുദായത്തില്. പോപ്പുലർ ഫണ്ടുകാർ ബാബരി മസ്ജിദ് ഓരോ ഡിസംബർ 6-നും പോപ്പുലർ ഫണ്ടുകാർ ബാബരി മസ്ജിദ് ഇങ്ങനെ പറഞ്ഞ് പരിപാടി നടത്തും. പോപ്പുലർ ഫണ്ടുകാരോട് ചോദിക്കാറുണ്ട് പലരും, എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അത് കഴിഞ്ഞില്ലേ? ഇനിയും പിന്നെയും ബാബരി മസ്ജിദ് പറഞ്ഞിട്ട് നാട്ടിലെന്തിനാ പ്രശ്നം ഉണ്ടാക്കണത്? ഒരു സമാധാനമായിട്ട് വരില്ലേ കാര്യങ്ങൾ? ആണോ? സമാധാനമായിട്ട് വരാണോ? കാശി തുടങ്ങിയില്ലേ, മധുരയിൽ തുടങ്ങിയില്ലേ, അത് പൊളിക്കണം എന്ന് പറയാൻ തുടങ്ങിയില്ലേ, അവിടെ വിഗ്രഹം വെക്കാൻ തീരുമാനിച്ചില്ലേ, എന്തൊക്കെ നടപടിയിലേക്ക് പോകുന്നുണ്ട്? അത് RSS അങ്ങനെ ചെയ്യാ. പക്ഷേ 1991 ഒരു നിയമമുണ്ട് ഈ രാജ്യത്ത്. എന്താണ്? ഇതുപോലെ തർക്കങ്ങൾ വരുമെന്ന് കണ്ടിട്ടുണ്ടാക്കിയ നിയമം. ആ നിയമം പറയുന്നത് എന്താ? 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഒരു കെട്ടിടം ക്ഷേത്രമാണെങ്കിൽ അത് ക്ഷേത്രം തന്നെയാണ്. 1947 ഒരു പള്ളിയാണെങ്കിൽ അത് പള്ളിയാണ്. ഇനി അതിന്റെ അടിയിൽ ക്ഷേത്രം ഉണ്ടോ മുകളിൽ ക്ഷേത്രം ഉണ്ടോ നോക്കാൻ പാടില്ല. 1947 ആഗസ്റ്റ് 15 അതെന്താണോ അതങ്ങനെ നിർത്തണം എന്നാ നിയമം. അപ്പൊ ഈ കഴിഞ്ഞ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ കോടതിയിൽ പോയി. അയാൾ കോടതിയിൽ പോയി പറഞ്ഞു മധുരയിലെ ഈദ്ഗാഹ് പള്ളിയുണ്ട്, ആ പള്ളിയുടെ അടിയിൽ ക്ഷേത്രം ഉണ്ട് എന്നാണ് മൂപ്പര വാദം. അതുകൊണ്ട് അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ അനുമതി തരണം എന്നാണ് മൂപ്പര കേസ്. കോടതി എന്ത് ചെയ്താൽ മതി? 1947 ആഗസ്റ്റ് 15 അത് മധുര ഈദ്ഗാഹ് പള്ളിയാണോ അതല്ല ക്ഷേത്രമാണോ? 1947 ആഗസ്റ്റ് 15 അത് പള്ളിയാണ്. എന്നാ പിന്നെ ആ കേസ് തള്ളിയാ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. പക്ഷെ ആ ജഡ്ജി ചെയ്യുന്നത് എന്താ? ആ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ട് ആ പള്ളിയുടെ അടിയിൽ കുഴിച്ചു നോക്കാൻ ഓർഡർ ഇടുക. കുഴിച്ചു നോക്കിയിട്ട് അവിടെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്താ ഇപ്പൊ മൂപ്പരുടെ ആവശ്യം? ഈ രാജ്യത്തിലെ നിയമത്തോടാണോ കടപ്പാട് അതല്ല വേറെ ചില ആളുകളോടാണോ? എന്താ ഞങ്ങളുടെ ചോദ്യം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ രാജ്യത്തോടാണോ കടപ്പാട് അതല്ല RSSന്റെ വിചാരധാരയോടാണോ കടപ്പാട്? വേറെ സുപ്രീം കോടതി ജഡ്ജി ചോദിക്കുന്നത് കർഷക സമരത്തിൽ എന്തിനാണ് സ്ത്രീകൾ പങ്കെടുക്കണം? അവർക്ക് വീട്ടിലിരുന്നാ പോരെ? മുമ്പൊരു ചോദ്യമാണ്, സ്ത്രീകൾ എന്തിനാ അതിൽ പങ്കെടുക്കണം? ഞങ്ങളുടെ 2 പ്രവർത്തകർ ഇപ്പൊ UP-യിൽ ജയിലിലുണ്ട്, അൻഷദും അതുപോലെ ഫിറോസും. നമ്മുടെ വടകരക്കാരൻ ഫിറോസ്, പത്തനംതിട്ടയിലുള്ള അൻഷദും. അപ്പൊ അവര് ജയിലിൽ കിടക്കാം. അവർ 2 ദിവസം മുമ്പ് തട്ടിക്കൊണ്ടുപോയി പോലീസ്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പത്രക്കാരുടെ മുമ്പിൽ ഹാജരാക്കുന്നത്.
അപ്പൊ അവരുടെ കയ്യിൽ ഡിറ്റനേറ്ററുകള്, സ്ഫോടക വസ്തുക്കള്, തോക്ക്, അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു ഇവര് ഭീകരവാദത്തിന് പോവുകയായിരുന്നു, തീവ്രവാദ പ്രവർത്തനത്തിന് പോവുകയായിരുന്നു. അങ്ങനെ അവർ റിമാൻഡ് ചെയ്തു. ഈ അൻഷദിന്റെ ഉമ്മ, ഫിറോസിന്റെ ഉമ്മ, പ്രായമായ സ്ത്രീകൾ, അവരുടെ ഭാര്യമാര്, അവരുടെ ചെറിയ മക്കള്, ഇവര് വാപ്പാനെ കാണാൻ പോയി യുപിയിലെ ജയിലില്, മധുരയില്. ജയിലിൽ പോകുമ്പോ സ്വാഭാവികമായും RT-PCR വേണമല്ലോ. RT-PCR സർട്ടിഫിക്കറ്റ് എടുത്തപ്പോ അതിലൊരു ചെറിയ തെറ്റുപറ്റി. ആ തെറ്റിന്റെ പേരില് കോടതി ചെയ്യുന്നത് തെറ്റ് തിരുത്തി വരാൻ പറയുകയല്ല, കോടതി അവരെ റിമാൻഡ് ചെയ്തു. 36 ദിവസം ഈ വൃദ്ധരായ ഉമ്മമാര്, കുട്ടികള്, ഇവരുടെ ഭാര്യ ജയിലിൽ കിടക്കാൻ 36 ദിവസം. എന്തൊരു ആവേശമാണ് നമ്മുടെ കോടതിയൊക്കെ ചില കാര്യങ്ങളില്, ഇവരെ റിമാൻഡ് ചെയ്യുന്ന കാര്യത്തില്. ഇത് ഞങ്ങൾ പറയണത് ഇത് വേറെ ചില സ്ഥലങ്ങളിൽ ഇത് കാണുന്നില്ലല്ലോ. വേറെ ചില സ്ഥലങ്ങളിൽ കോടതിക്ക് ഈ ആവേശം കാണുന്നില്ല. കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു ഏകദേശം 1 മാസം മുമ്പ്. അതിലൊരാള് കേസ് കൊടുത്തിരിക്കുകയാണ്, വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കാൻ പാടില്ല, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കോടതിയുടെ ചോദ്യം എന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്തിലെ ഈ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഇല്ലാത്ത പ്രശ്നം ഇയാൾക്ക് മാത്രം എന്താ? എന്നിട്ട് ആ കേസ് തള്ളി 1 ലക്ഷം രൂപ ഫൈൻ ഇട്ടു. ഇപ്പൊ നമ്മളൊരു കേസ് കൊടുക്കാൻ പോകുമ്പോ നമ്മുടെ ഈ പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കണം, നിങ്ങൾക്ക് ആർക്കും ഇതിൽ പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരാൾ കേസ് കൊടുക്കുക? എനിക്ക് ന്യായമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനാണ് ഞാൻ കേസ് കൊടുക്കുക. അപ്പൊ ഈ കോടതി ചോദ്യം ചോദിച്ചത് അവിടെ രേഖയായി. ഇനി അടുത്ത കോടതിയും ചിലപ്പോൾ ചോദ്യം ചോദിക്കും, ഇന്ത്യ രാജ്യത്തിൽ ഇത്രയാക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ മറുപടി പറയാ? ആ ചോദിക്കുക മാത്രല്ല, കേസ് തള്ളി 1 ലക്ഷം രൂപ ഫൈൻ ഇടാൻ അയാൾക്ക്. അങ്ങനെയൊക്കെ കോടതി പെരുമാറാൻ തുടങ്ങിയാൽ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോവുക? എനിക്കിഷ്ടമുള്ള, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തില് ഒരു നിയമം കിട്ടാനാണല്ലോ ഞാൻ കോടതി പോവാ. എല്ലാവരുടെയും സമ്മതമൊന്നും എനിക്ക് വാങ്ങാൻ പറ്റൂല. പക്ഷെ കോടതി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോ കോടതിക്ക് ഹാലിളകുന്നതിന് കാരണം എന്താ? ഈ പോലീസുകാരെ, ഈ സുരക്ഷ നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, ജനങ്ങൾക്ക് നീതി നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ. നമ്മൾ ഡൽഹി കലാപം നടന്നപ്പോ കണ്ടു പോലീസ് എവിടെയാ നിന്നത്. ഡൽഹിയിലെ പോലീസ് കൂടിയിട്ടാണ്, RSSന്റെ കൂടെ കൂടിയിട്ടാണ് കൊന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ രാജ്യത്തിലെ ഒരുപാട് പേരെ, ഞാൻ നേരത്തെ പറഞ്ഞ അഖ്ലാഖ് അടക്കമുള്ള ഒരുപാട് പേരെ, തബ്രീഷ് അൻസാരിയെ പോലെയുള്ള ആളുകളെ അടിച്ചു കൊല്ലുമ്പോ പോലീസ് എവിടെയായിരുന്നു? അടിച്ചു കൊല്ലല്ലേ, പെട്ടെന്നൊന്നും മരിക്കൂലല്ലോ ഒരു മനുഷ്യനെ അടിച്ചിട്ട് കൊല്ലാൻ. അടിച്ചടിച്ചിട്ട് ഒരു മനുഷ്യനെ കൊല്ലുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എവിടെയാണ്? ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? നിശബ്ദമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പക്ഷമുണ്ടല്ലോ. സഫറുൽ ഇസ്ലാം ഖാന്റെ വീട് റെയ്ഡ് നടത്തുമ്പോ പോലീസ് ആരുടെ പക്ഷത്താണ്? ഡൽഹിയിലെ മുസ്ലിങ്ങളായ ഇരകൾക്ക് വേണ്ടി കലാപത്തിൽ കൊല്ലപ്പെട്ട, മുറിവേറ്റ, സ്വത്ത് നഷ്ടപ്പെട്ട ആളുകൾ കേസ് കൊടുത്തു. ആ കേസ് ഡൽഹിയിലെ മിക്കവാറും കേസ് നടത്തുന്നത് മഹമ്മൂദ് പ്രാച്ച എന്ന് പറയുന്ന ഡൽഹി കോടതി ഒരു വക്കീല. അയാളുടെ വീട്ടിൽ 3 തവണ പോലീസ് റെയ്ഡ് നടത്തി. അയാളുടെ ലാപ്ടോപ്പും പെൻഡ്രൈവും സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ടുപോയി. എന്തിനാണ്? മുസ്ലിങ്ങൾ, ഇരകളാക്കപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി കേസ് നടത്താൻ പാടില്ല, അതന്നെ, വേറെ കാര്യമൊന്നുമില്ല. ഹത്രാസിനെ നിങ്ങൾക്കറിയാലോ, ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. ആ ദളിത് പെൺകുട്ടിയെ കൊന്ന ദളിത് പെൺകുട്ടിയുടെ ശവശരീരം ആ വീട്ടുകാരോട് പോലും ചോദിക്കാതെ കത്തിച്ചു കളഞ്ഞു. ആ കേസ് അന്വേഷിക്കാൻ പോയ, റിപ്പോർട്ട് ചെയ്യാൻ പോയ സിദ്ദീഖ് കാപ്പൻ എന്ന് പറയുന്ന പത്രക്കാരനെ അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തി ജയിലടച്ചു. എന്താ മൂപ്പര് ചെയ്ത കുറ്റം? മൂപ്പര് ചെയ്ത കുറ്റം എത്രയേ ഉള്ളൂ? ഹത്രാസിൽ നടന്നത് സവർണ ഭീകരതയാണ് എന്ന് പത്രത്തിൽ എഴുതാൻ തീരുമാനിച്ചു, എഴുതി. അവിടെ സവർണ ഭീകരത ചെയ്ത ആളുകൾ, ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ആളുകൾ, ആ പെൺകുട്ടിയെ കൊന്ന ആളുകൾ, ആ പെൺകുട്ടിയുടെ ശവശരീരം കത്തിച്ചു കളഞ്ഞ ആളുകൾ, അവർക്കൊന്നും UAPA ഇല്ല. അവിടെ സംഭവിച്ചത് അതാണ് എന്ന് എഴുതിയ ഒരു പത്രക്കാരൻ, അയാൾക്ക് UAPA. എന്താ കാരണം പറഞ്ഞത്? അയാൾ അങ്ങനെ എഴുതിയിട്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. അപ്പൊ ചെയ്തപ്പോ ഭിന്നിപ്പൊന്നും ഉണ്ടായില്ലേ? അത് ചോദിക്കരുത്. അത് ചോദിച്ചാൽ UAPA നമുക്കും കിട്ടും. അപ്പൊ പറയലാണ് വർഗീയ വിഭജനം, ചെയ്യലല്ല. എന്തും ചെയ്യാം, പക്ഷെ പറയാൻ പാടില്ല. അത് വർഗീയ വിഭജനമാവും. അത് കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ അത് മാത്രല്ല, ഇന്ത്യയിൽ ഇപ്പൊ തമാശ പറയാൻ പാടില്ലാത്ത അവസ്ഥയാ. മുനവർ ഫാറൂഖി തമാശ പറയുന്ന ആളാ, ജയിലിലിട്ടു.
റിമാൻഡ് ചെയ്ത് UAPA ചുമത്തി. തമാശ പറഞ്ഞിട്ട്, ഒരു രാഷ്ട്രീയ തമാശ പറഞ്ഞതാ, മൂപ്പര് ജയിലിലായി. ഷൂ വിറ്റ ആളുകളെ UAPA ചുമത്തി. കാരണം ഷൂ പശുവിന്റെ തോല് കൊണ്ടുണ്ടാക്കിയതല്ല എന്ന് തെളിയിക്കാൻ പറ്റിയില്ല, ജയിലിലിട്ടു. നാടകം കളിച്ചതിന് UAPA, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് UAPA, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഹിന്ദു പെൺകുട്ടിയുടെ കൂടെ നടന്നതിന് UAPA. നമ്മുടെ രാജ്യത്ത് ഇതപ്പോ നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ രാജ്യത്ത് ഇപ്പോ മദ്രാസ് ഹൈക്കോടതി ഇപ്പൊ ചോദിച്ചൊരു ചോദ്യം, തമാശ പറയൽ ഒരു പൗരാവകാശമായിട്ട് ഭരണഘടനയിൽ എഴുതി വെക്കേണ്ടി വരുമോന്നാ ചോദിച്ചത്. കാരണം തമാശ പറയാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത്, ട്രോൾ ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ UAPA ചുമത്തും. കേരളത്തിലെ അവസ്ഥ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കെ ഷാൻ എന്ന് പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയെ ആലപ്പുഴയിൽ കൊന്നുകളഞ്ഞു RSSകാർ. ഒരു കുഴപ്പം ആലപ്പുഴയിലില്ല, ഒരു പ്രശ്നവും ഇല്ലാത്ത സമയത്ത് കെ ഷാൻ എന്ന് പറയുന്ന SDPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത മനുഷ്യനെ ഒരു രാത്രിയിൽ റോട്ടിലിട്ട് വെട്ടിക്കൊന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ പറഞ്ഞു മാസങ്ങൾ നീണ്ട ഗൂഢാലോചന വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് എന്താ, വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഉണ്ടല്ലോ, ആ വത്സൻ തില്ലങ്കേരി 4 ദിവസം മുമ്പ് ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രതികളായിട്ട് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളുടെ കൂടെ പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ഫോട്ടോ പുറത്തു വന്നതാണ്. ഈ ഷാൻ കൊല്ലപ്പെടുന്ന അന്നേ ദിവസം വൈകുന്നേരം ആലപ്പുഴയില് ഈ വത്സൻ തില്ലങ്കേരി ആ കൊലപാതകത്തിന് പ്രേരണയാവുന്ന പ്രസംഗം നടത്തിയിട്ടുണ്ട്. കൊല്ലും, വെട്ടും, ഞങ്ങൾ ചില സമ്മാനങ്ങൾ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് വത്സൻ തില്ലങ്കേരി എന്ന് പറഞ്ഞ ക്രിമിനല് ആലപ്പുഴയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആദ്യത്തെ 2 പേരെ അറസ്റ്റ് ചെയ്തത് RSSന്റെ കാര്യാലയത്തിൽ നിന്നാണ്. പിന്നീട് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാള് RSSന്റെ പ്രചാരക്. ആ പ്രചാരക് ആലപ്പുഴയിലേക്ക് പോയിട്ടുള്ള ആ പ്രചാരക് മലപ്പുറം ജില്ലക്കാരനാണ്. പിന്നീട് ആ പ്രതികളെ താമസിപ്പിച്ചത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് തൃശ്ശൂരിലാണ്. തൃശ്ശൂര്, ആലപ്പുഴ, താനൂര്, ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ആ കേസ്. കണ്ണൂരിലുള്ള വത്സൻ തില്ലങ്കേരി, ഈ കേസ് എവിടെയാണ് ആസൂത്രണം ചെയ്യപ്പെട്ടത്? ആരാണിത് ആസൂത്രണം ചെയ്തത്? ഏതെങ്കിലും 4 ഊള RSSകാരെ അറസ്റ്റ് ചെയ്തിട്ട് കേസ് ഒതുക്കാൻ പോവാ. ഇപ്പോ ആരെയാണ് കേരള പോലീസ് ഭയക്കുന്നത്? അവിടെ നിന്ന് ഒരു സാധാരണ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ടിട്ട് അടിച്ചു പോലീസ്. അടിച്ചിട്ട് പോലീസ് പറയണ്ട, ജയ് ശ്രീരാം വിളിക്കണം, വന്ദേ മാതരം വിളിക്കണം, അതാ പോലീസ് പറയണത്. എന്നിട്ട് ആ പോലീസിനെതിരെ ഇന്ന് വരെ ഒരു കേസെടുത്തിട്ടില്ല. പോലീസിനെതിരെ ഒരു വകുപ്പ് തല അന്വേഷണം പോലും പോയിട്ടില്ല. അതേസമയം ജന്മഭൂമി പത്രം RSSന്റെ അവര് വാർത്ത കൊടുത്തു. അവിടെയുള്ള ഒരു പോലീസുകാരൻ, ആലപ്പുഴയിലെ ഒരു പോലീസുകാരൻ ചില വാർത്തകൾ, വിവരങ്ങൾ ശേഖരിച്ചിട്ട് പോപ്പുലർ ഫണ്ടുകാർക്ക് കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞതാരാ? RSSകാര്. RSSന്റെ പത്രം ജന്മഭൂമി അവരാ പറഞ്ഞത്. പോലീസ് എന്താ ചെയ്തത്? അന്വേഷണം നടത്തിയിട്ട് ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരൻ പത്രസമ്മേളനം നടത്തി പറയാ, എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയ് ശ്രീരാം വിളിക്കണം എന്ന് പറഞ്ഞ് മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം പോലും നടത്തുന്നില്ല, ചോദിക്കണ പോലുമില്ല. ഏറ്റവും ഒടുവില് ഈ രഞ്ജിത്ത് വധക്കേസിലെ ഒരു പ്രതിയെ, വധക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിക്ക് ഇന്നലെ കോടതി ജാമ്യം കൊടുത്തു. കോടതി ജാമ്യം കൊടുത്തപ്പോ RSSകാരൻ പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കണത്? മുസ്ലിമായ പ്രതിക്ക് മുസ്ലിമായ ജഡ്ജി ജാമ്യം കൊടുത്തിരിക്കുന്നു. വർഗീയത. ആലോചിക്കാം, RSS ഉണ്ടാക്കുന്ന വർഗീയത. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോ ആ ജഡ്ജിയുടെ മതം ഇന്നുവരെ നമ്മൾ ആലോചിച്ചിട്ടില്ല. രഞ്ജിത്ത് വധക്കേസിൽ ഒരുപാട് പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.
ഒരുപാട് പോപ്പുലർ ഫ്രണ്ടുകാർ, SDPIക്കാരെന്ന് പറയപ്പെടുന്ന ആളുകളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിമാൻഡ് ചെയ്ത ജഡ്ജിയുടെ മതം, ജാതി ആരും നോക്കിയിട്ടില്ല. നമ്മളിപ്പോ നിലമ്പൂര് പോലീസില് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ആ SIയുടെ മതം നമ്മൾ അന്വേഷിക്കാറില്ല. അയാൾ ചെയ്യുന്നത് നീതിയാണോ എന്നേ നോക്കാറുള്ളൂ. പക്ഷെ RSSകാരൻ പറയുന്നത് എന്താ? നിങ്ങൾ മതം നോക്കണം ജഡ്ജിയുടെ. ഞാൻ ചോദിക്കട്ടെ, ഇരട്ട ചങ്കനാണ് കേരളം ഭരിക്കുന്നത്. ബ്രണ്ണൻ കോളേജില് ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്നുപോയ ഇരട്ട ചങ്കൻ നടന്നു പോവായിരുന്നു. ഇപ്പൊ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ജഡ്ജിക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തിട്ടില്ല. പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. അത് വേറെ ചില ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോലീസ് കേസെടുക്കും. കാരണം പോലീസില് RSS ഉണ്ട് എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്, ഞങ്ങളല്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു പ്രവർത്തകർ അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് RSSകാരനെതിരെ? ഒരു പക്ഷേ കേസെടുത്തേക്കാം, പറയാൻ പറ്റൂല. കാരണം ഒരുപാട് കേസെടുക്കാത്തതുണ്ടല്ലോ. ഇപ്പൊ വത്സൻ തില്ലങ്കേരി ആ ക്രിമിനല് ആലപ്പുഴ പോയി പ്രസംഗിച്ചതാണ്, കൊല്ലും വെട്ടുന്നൊക്കെ, ഞങ്ങൾ പകരം വിട്ടുന്നൊക്കെ പ്രസംഗിച്ചതാ. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ലല്ലോ. ആ പ്രസംഗത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കണ്ണൂരിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിലിട്ടു. എന്നിട്ട് അതിന്റെ മുകളിൽ എഴുതി, ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ചോദിച്ചു. അപ്പൊ പോലീസ് എന്ത് ചെയ്തു? ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മുസ്ലിം ചെറുപ്പക്കാരനെതിരെ കേസെടുത്തു. എന്താ പറഞ്ഞത്? വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന പോസ്റ്റ്. അപ്പൊ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന പ്രസംഗം അത് RSS നടത്തിയല്ലേ. കേസെടുക്കാൻ ഇരട്ടച്ചങ്കന്റെ പോലീസിന് പറ്റുന്നില്ല. ഇത് പറയുന്നത് ഇപ്പൊ തീവ്രവാദമാവോ എനിക്കറിയില്ല. ഇത് പറയുന്നത് ഭീകരവാദമാവോ എന്നറിയില്ല. ഇതിന്റെ പേരെന്താ? ഇപ്പൊ ഉസ്മാൻ കട്ടപ്പന എന്ന് പറഞ്ഞ ഒരുത്തനെ പിടിച്ച്, ഒരു മുസ്ലിം സഹോദരനെ പിടിച്ച് ജയിലിലിട്ടിക്ക. UAP. എന്താ കാരണം? ഈ വത്സൻ തില്ലങ്കേരി അടക്കമുള്ള ആളുകള് കേരളത്തിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോ കേരള പോലീസിന്റെ അണ്ണാക്കിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണോ എന്നായിരുന്നു മൂപ്പര പോസ്റ്റ്. UAP ചുമത്തി കേസെടുത്തില്ല. RSSനെതിരെ മിണ്ടാൻ പാടില്ല. RSSനെതിരെ മിണ്ടിയാൽ കേസാണ്, വർഗീയ വിഭജനം. ഇപ്പൊ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെതിരെ കേസാ. ഇപ്പൊ പിൻവലിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. കേസെടുത്തല്ലോ തിരൂരങ്ങാടി പോലീസ്, കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തിരുവാതിരക്കളി നടക്കാണ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചിട്ട്. അതൊന്നും നമ്മളെ പോലീസ് കാണൂല. വിലാപയാത്ര കണ്ടല്ലോ ഇപ്പൊ നമ്മള്. വിലാപയാത്ര ഇടുക്കിയിൽ നിന്ന് കണ്ണൂര് വരെ വിലാപയാത്ര, കേസെടുത്തു. അവിടെ ഒന്നുമില്ല. അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ പേര് അബ്ദുസ്സമദ് നായതാണോ കുറ്റം? അറിയാനായിട്ട് ചോദിക്കാം. അതാണോ തീവ്രവാദത്തിന്റെ നിർവചനം? ആ പേരാണോ? ശ്രീജ നെയ്യാറ്റിൻകരക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ. ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി CA റൌഫിനെതിരെ 9ഓ 10ഓ പോലീസ് സ്റ്റേഷനിൽ കേസാ. എന്താ? ഫേസ്ബുക്കിൽ RSSനെതിരെ എഴുതി എന്നുള്ളതാ കുറ്റം. പല പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തിന്റെ വീട് പട്ടാമ്പിയിൽ അദ്ദേഹത്തിന്റെ വീട്ടില് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, നിങ്ങൾക്കെതിരെ കേസുണ്ട്. എന്താ കേസ്? വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. ആയിക്കോട്ടെ, ശരി. അത് അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ ചെലവിൽ നിങ്ങളെ വണ്ടി കയറ്റി കൊണ്ടുപോവാം. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ശശികല എന്ന് പറഞ്ഞ ഒരാളുടെ വീട്. അവർക്കെതിരെ 153A പ്രകാരം കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് രണ്ടാക്കും കൂടി പോവാം, അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു വളിച്ച ചിരി ചിരിച്ചിട്ട് മൂപ്പര് പോയി. നിങ്ങൾ ആലോചിക്കണം, എന്തേ ശശികലയെ അറസ്റ്റ് ചെയ്യാത്തത്? മുട്ടുവിറക്കുന്നുണ്ടോ കേരള പോലീസിന്? KR ഇന്ദിര, ഞാനീ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞത് കേട്ടെടുക്കണ്ട. നിങ്ങൾ ശശികല എന്ന് യൂട്യൂബിൽ അടിച്ചിട്ട് ആ പ്രസംഗം ഒന്ന് കേക്ക്. കേസെടുക്കാൻ വകുപ്പുണ്ടോ ഇല്ലേ? എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇനി ഫേസ്ബുക്ക് എടുക്ക്. ഫേസ്ബുക്കിൽ KR ഇന്ദിര എന്നടിക്ക്. KR ഇന്ദിരയുടെ ഫേസ്ബുക്ക് വാൾ എടുക്ക്. അതിൽ കാണാം നിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾ പട്ടിക പ്രസവിക്കുന്നത്
പോലെ പ്രസവിക്കുന്ന മുസ്ലിം സ്ത്രീകളെ കുറിച്ചുള്ള അവരുടെ എഴുത്ത് വർഗീയ വിഭജനമാണോ അല്ലേ? കേസെടുത്തിട്ടുണ്ടോ? എടുക്കുന്ന ഗോപാലകൃഷ്ണൻ യൂട്യൂബിൽ അടിച്ചു കൊടുക്ക്. ഗോപാലകൃഷ്ണൻ അടിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാം. പന്നി പ്രസവിക്കുന്നത് പോലെയാണ് മലപ്പുറത്തെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത്. വർഗീയ വിഭജനമാണോ അല്ലേ? കേസുണ്ടോ? കേസുണ്ടോ? ഫേസ്ബുക്ക് എടുക്ക്, അതിൽ നിങ്ങൾ അടുക്കി പ്രതീഷ് വിശ്വനാഥ് എന്ന് സെർച്ച് ചെയ്യ്. പ്രതീഷ് വിശ്വനാഥിന്റെ ഓരോ പോസ്റ്റ് എടുക്ക്. ആയുധങ്ങൾ നിരത്തി വെച്ചിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കേസുണ്ടോ? പ്രതീഷ് വിശ്വനാഥിന്റെ എല്ലാ പോസ്റ്റും എടുത്തോ നിങ്ങൾ, ഒന്നിനൊന്ന് മെച്ചാം. കേസുണ്ടോ? KR ഇന്ദിരക്കെതിരെ കേസില്ല, ശശികലക്കെതിരെ കേസില്ല, ഗോപാലകൃഷ്ണനെതിരെ കേസില്ല, പ്രതീഷ് വിശ്വനാഥിനെതിരെ കേസില്ല. കേസ് എടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യുന്നില്ല, ജയിലടക്കുന്നില്ല. ജയിലടക്കുന്നത് ഉസ്മാൻ കട്ടപ്പനയാണ്. അതിന്റെ കാരണം ഞങ്ങൾ ചോദിക്കുന്നത് ഉസ്മാൻ എന്നുള്ള പേരാണോ നിങ്ങളെ പ്രശ്നം? ഇത് തോന്നിവാസമല്ലേ ശരിക്ക്? ഒരു വിഭാഗത്തെ ഇങ്ങനെ RSSന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ RSSന്റെ കാര്യാലയത്തിൽ നിന്നാണ് ഷാൻ കൊലക്കേസിൽ 2 പ്രതികളെ പിടിച്ചത്. ആ കാര്യാലയത്തിൽ ഒന്ന് കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പോലീസ് നോക്കിയോ? അതൊക്കെ പത്രങ്ങൾ എടുത്തോ? അധികം ആയിട്ടില്ലല്ലോ, ഒരു 10-15 ദിവസമായിട്ടേ ഉള്ളൂ. എടുത്തു നോക്ക്. RSS കാര്യാലയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് പോന്നു. ആ കാര്യാലയത്തിൽ എന്തൊക്കെയുണ്ട് പോലീസ് അന്വേഷിച്ചോ? ആലപ്പുഴ, തൃശ്ശൂര്, മലപ്പുറം, ഈ കണ്ണൂര്, ഈ 4 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടിയിട്ടാണ് അവിടെ ഈ ഗൂഢാലോചന നടത്തിയിട്ട് ഷാനെ കൊന്നത്. എന്തുകൊണ്ടൊരു അന്വേഷണം, ഒരു സംസ്ഥാനതല അന്വേഷണം നടക്കാത്തത്? എന്ത് നടക്കാത്തത്? ഇവിടെ ഞങ്ങൾ പറഞ്ഞത് ആരെയോ കേരള പോലീസ് ഭയപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ആനിരാജ, CPIയുടെ ആനിരാജ പറഞ്ഞു കേരള പോലീസില് RSSന്റെ സ്ലീപ്പിംഗ് സെല്ലുണ്ട്. ഇപ്പൊ CPMന്റെ ജില്ലാ സമ്മേളനം നടക്കുക എല്ലാ സ്ഥലത്തും. എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും അവിടുത്തെ പ്രതിനിധികൾ ചോദിക്കുക, RSS ഉണ്ട് പോലീസിൽ, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറയാണ്, ആ പോലീസിന്റെ റൈറ്റർ മുതലുള്ള ഉന്നത കേന്ദ്രങ്ങളിൽ വരെ RSSകാരുണ്ട്. നമ്മുടെ പ്രവർത്തകർ സുഖമുള്ള ജോലി തെരഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് RSSകാർ പോലീസിനെ നിയന്ത്രിക്കുന്നു. ആരാ പറയണത്? കോടിയേരി ബാലകൃഷ്ണൻ. ഇത് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കൊല്ലായി. കേരള പോലീസിന്റെ DGP ആയിരുന്ന സെൻകുമാർ നല്ല RSSകാരനാണെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞതാ. സെൻകുമാർ റിട്ടയർ ചെയ്തു, നേരെ പോയതെങ്ങോട്ടാ? RSS. ഉണ്ണിരാജ SP ആയിരുന്നു. ഉണ്ണിരാജ RSSകാരനാണെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാ. SP ഉണ്ണിരാജ ജോലി കഴിഞ്ഞു, റിട്ടയർ ചെയ്തു, നേരെ പോകുന്ന എങ്ങോട്ടാ? RSSിലേക്കാൻ. ഇതൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടതല്ലേ? ഇത്രയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ RSSിലേക്ക് പോകുന്നത്. പച്ചയായിട്ട് RSSന്റെ സ്റ്റേജിൽ പോയി മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കണം നമ്മൾ കണ്ടതല്ലേ? ഈ സെൻകുമാറായിരുന്നു പണ്ട് പറഞ്ഞത് കേരളത്തിലെ യത്തീംഖാനകളൊക്കെ മനുഷ്യക്കടത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞു. കേരള പോലീസിന് ഇപ്പോഴും അത്തരം പുഴുക്കുത്തുകളുണ്ട്. ഇത് കണ്ടെത്തേണ്ട ആളുകള് കേരളത്തിൽ ഉത്തരവാദപ്പെട്ട ഭരണകൂടാണ്. ഇങ്ങനെ മുസ്ലിങ്ങൾ ഒതുക്കാണ്. ഇതേ സമയത്താട്ട് ധർമ്മ സൻസദ് നടക്കുന്നത് എന്ന് കാണണം. ഉത്തരാഖണ്ഡില് ധർമ്മ സൻസദ്. സമയം കിട്ടുമ്പോ യൂട്യൂബിൽ നടിച്ചു കൊടുത്താൽ മതി. ഉത്തരാഖണ്ഡിലെ ധർമ്മ സൻസദ്. അവിടെ ഒരു സന്യാസിനി വന്ന് പ്രസംഗിക്കുകയാണ്, മുസ്ലിങ്ങളെ കൊല്ലാൻ ഇനി വാളുകളൊന്നും സൂക്ഷിച്ചാൽ പോരാ, നമ്മൾ അതിലും നല്ല ആയുധങ്ങൾ ഉണ്ടാക്കി വെക്കണം. വേറൊരു സന്യാസി പറയാണ്, ഞാൻ ഗോഡ്സെ ആവാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ പാർലമെന്റിന്റെ ഉള്ളിൽ പോയി മൻമോഹൻ സിംഗിനെ വെടിവെച്ചു കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. വേറൊരാൾ എന്ന് പറയുന്നു, നിങ്ങൾ 5000 രൂപ മൊബൈൽ ഫോണിന് ചെലവാക്കുമ്പോൾ 1.5 ലക്ഷം രൂപയെങ്കിലും ആയുധം വാങ്ങാൻ ചെലവാക്കണം. ഇവർക്കെതിരൊക്കെ UAP ഉണ്ടോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ് UAP ചുമത്തുന്ന ഒരു രാജ്യത്ത് ഇത് പറഞ്ഞവർക്കൊന്നും UAP ഇല്ല. ഇവിടെ ഞങ്ങൾ ചോദിക്കണതിൽ വല്ല തെറ്റുണ്ടോ? ഇവർക്കൊന്നും ഇല്ലാത്തൊരു UAP എന്തിനാണ് ഈ പോസ്റ്റ് ഇട്ടോന്? ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ RSS ആണ്. RSS എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ അങ്ങാടി കൂടി പണ്ട് ട്രൗസർ ആയിരുന്നു, ഇപ്പൊ പാന്റ് ആക്കിയിട്ടുണ്ട്.
ഈ പാന്റ് എടുത്ത് ഇങ്ങനെ കുറുവടി തോളിൽ വെച്ചിട്ട് മാർച്ച് പാസ്റ്റ് നടത്തുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ വിചാരിക്കരുത്. അത് മാത്രമല്ല, ആ മനസ്സുള്ള കുറെ ആളുകള് എല്ലാ പാർട്ടികളിലുണ്ട്. ആ മനസ്സുള്ള ആളുകൾ പോലീസിലുണ്ട്. ആ മനസ്സുള്ള ആളുകള് പട്ടാളത്തിലുണ്ട്. ആ മനസ്സുള്ള ആളുകൾ ജഡ്ജിമാരിലുണ്ട്, പലരിലുണ്ട്. അതൊരു മനസ്സാണ്. ഇത് രാജ്യത്തെ എങ്ങോട്ട് എത്തിക്കും നിങ്ങൾ ആലോചിക്കണം. മത്സരത്തില്ലെങ്കേറി ഇപ്പൊ അവസാനം ഒരു പ്രകടനങ്ങൾ കണ്ടല്ലോ. കേരളത്തിലെ 300 കേന്ദ്രങ്ങളിൽ മുസ്ലിം ഭീകരതക്കെതിരെ വമ്പിച്ച പ്രകടനം നടക്കുന്നുണ്ട്. 300 കേന്ദ്രങ്ങളിൽ. അത് നമ്മളിങ്ങനെ കാത്തുന്നു. 300 കേന്ദ്രങ്ങളിൽ വമ്പിച്ച പരിപാടിയാണ് ഒരേ സമയം. അത് നടത്തുന്നത് ആരാ? സംഘടനകൾ, സംഘപ്രവർത്തകർ, സംഘപരിവാരമാണ് നടത്തുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് 140 കേന്ദ്രങ്ങളിലായി. സംഘപരിവാരം വിട്ടു, RSS ആണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഹിന്ദു ഐക്യവേദിയാണ് നടത്തുന്നത്. അതും 63-83 എങ്ങാനും കേന്ദ്രങ്ങളിൽ നടന്നു. പോലീസ് പറഞ്ഞു അതിനെ തുടർന്ന് കലാപം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട്. അങ്ങനെ പോലീസ് സജ്ജരായി, പലയിടങ്ങളിലും വമ്പിച്ച സെക്യൂരിറ്റി ഒക്കെ ആയി. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും കുറച്ചൊന്ന് ശ്രദ്ധിക്കണമല്ലോ. കാരണം പോപ്പുലർ ഫ്രണ്ടിനോടാണല്ലോ അവർക്ക് ദേഷ്യം. ഞങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു എവിടേക്കാണ് പ്രകടനം എന്ന് അറിയണമല്ലോ. പലയിടത്തും പണ്ട് തല കഴുത്തിന്റെ മുകളിൽ തല തൊപ്പിടാൻ തല കാണൂല, നിസ്കരിക്കാൻ തല കാണൂല എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തിയ ശൂരന്മാരും വീരന്മാരും ഒക്കെ ആയിരുന്നു. ഈ പ്രകടനത്തിൽ അങ്ങനത്തെ യാതൊരു ഇടങ്ങേറുമില്ല. എന്ത് സാലിഹായ മക്കളായിട്ടാണ് RSSകാർ പ്രകടനം നടത്തുന്നത്. എമാതിരി അച്ചടക്കം. മത്സരത്തില്ലെങ്കേരി പ്രസംഗിക്കുകയാണ്. മുസ്ലിം സമുദായവുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവർ ശാന്തി ഇഷ്ടപ്പെടുന്നവരാണ്, സമസ്തയുമായി ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവർ സമാധാനം ഇഷ്ടപ്പെടുന്നവരാണ്, മുജാഹിദുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് പ്രശ്നം STPയും പോപ്പുലർ ഫ്രണ്ടും മാത്രമാണ്. ഓ, എന്ത് നല്ല സുജായിയാണ് മൂപ്പര്. STPയും പോപ്പുലർ ഫ്രണ്ടും മാത്രമാണ് മൂപ്പര പ്രശ്നം. എന്നാ പിന്നെ കാസർഗോഡ് ജില്ലയിൽ 9 വയസ്സുള്ള ഫഹദിനെ കുത്തിക്കൊന്നത് എന്തിനാ? കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് വന്ന് ഇവിടുന്ന് ഗൾഫിൽ പോകുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തെ വെട്ടിക്കൊന്നത് എന്തിനാ? കാട്ടൂരിൽ അലി മുസ്ലിയാരെ കുത്തി